കൊലോസ്യ ലേഖനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലേഖനമാണ്. ഈ കൊലോസ്യ ലേഖനം എഴുതിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എല്ലാ ലേഖനങ്ങളും നല്ല ഉദ്ദേശത്തോടാണ് എഴുതിയത്. എങ്കിലും ഇതിൻ്റെ എഴുത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം 1:28 വായിച്ചു. അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തണം. അതിനായി ലേഖനം എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ അനുഭവത്തിൽ തന്നെ ഒതുങ്ങിക്കൂടുകയല്ല, തികഞ്ഞവരാകണം. സ്തോത്രം. രക്ഷിക്കപ്പെട്ടു, പെടാൻ പറഞ്ഞു, പെട്ടു, ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നത്? പെട്ടുപോയി, അല്ലാതെ എന്താ? അതല്ല, ഓരോ ദിവസവും ആത്മീക വിഷയത്തിൽ വളർച്ച പ്രാപിച്ച് തികഞ്ഞവരാകണം. പൗലോസ് പത്രോസും ഒക്കെ കൊടുത്ത പ്രയോഗമുണ്ട്, ഉണർന്നിരിപ്പീൻ. ഉണർന്നിരിക്കുകയാണല്ലോ. ശക്തിപ്പെടുവീൻ. എന്നിട്ട് താഴോട്ട് പറഞ്ഞു പുരുഷത്വം കാണിപ്പീൻ എന്ന് പറഞ്ഞാൽ പിള്ളേരുകളെയെല്ലാം മാറ്റണം. ഇത് തികഞ്ഞു വരണം. യേശുക്രിസ്തുവിൻ്റെ തലയോളം സകലത്തിന് വളരണം, തികഞ്ഞു വരണം. അപ്പൊ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കാനാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. അതെ, ഓരോ അധ്യായത്തിലും പ്രധാനമായിട്ട് ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ പ്രധാനമായിട്ടൊരു കാര്യം, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയാം, നിങ്ങളുടെ വിരുതൊന്നും ആരും തെറ്റിക്കരുത്. സ്തോത്രം. നമ്മളൊരു ലക്ഷ്യത്തിലായി നീങ്ങുന്നത്, ലക്ഷ്യത്തിനൊന്നും ഭംഗം ഉണ്ടാകരുത്. 3-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ചിന്തിക്കണം. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച തിരുവെഴുത്തിലെ ആ കണ്ണികയ്ക്കകത്ത് 3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4:2 മുതൽ 6 വരെയുള്ള തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ അവിടെ 3 കാര്യങ്ങളാണ്. 1, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, ദൈവത്തിൻ്റെ മഹത്വം. 2, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3, പെരുമാറ്റവും സംസാരവും വളരെ ശ്രദ്ധിച്ചോണം. 6-ാം വാക്യത്തിൽ വായിച്ചു, 5 മുതൽ വായിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം, ജ്ഞാനത്തോടെ പെരുമാറണം. 6-ാം വാക്യം കൂടെ, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. അപ്പോൾ 4-ാം അധ്യായത്തിന്റെ 2 മുതൽ 6 വരെയുള്ള തിരുവെഴുത്തുകളിൽ പ്രധാനമായിട്ട് 3 കാര്യം എടുത്തു പറയുക. 1, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 2, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3, സംസാരവും പെരുമാറ്റവും വളരെ ശ്രദ്ധിച്ചോണം. വിശേഷിച്ച പെന്തിക്കോസുകാർ അതെ ഓടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തി ചില കാര്യം ചിന്തിക്കാം. 1-ാം അധ്യായത്തിൽ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം എന്നെയും നിങ്ങളെയും വിടുവിച്ചു. അതാ ഏറ്റവും വലിയ ഭാഗ്യം. ഇരുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രത്യേകമായിട്ട് 3 കാര്യങ്ങളുണ്ട്. 1, പാപം, അത് ഇരുട്ടിന് നടുലായിട്ട് പാപം. 2, നിത്യ നരകം, ഇരുട്ട. 3, പിശാച്, ഇരുട്ടിന്റെ അധികാരം. അപ്പോൾ പിശാച്, പാപം, പിശാച്, നിത്യനരകം. അതിൽ നിന്നാണ് എന്നെയും നിങ്ങളെയും യേശുക്രിസ്തു മുഖാന്തരം ദൈവം രക്ഷിച്ചത്. സ്തോത്രം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ വിട്ടു നാം, ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം, ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം. പരമാർത്ഥതയോടെ ഒരുങ്ങി നിന്നിടുകിൽ, പരമാർത്ഥതയോടെ ഒരുങ്ങി നിന്നിടുകിൽ,
കർത്തന്റെ കാഹള നാദം നീ കേൾക്കുമേ. കർത്തന്റെ കാഹള നാദം നീ കേൾക്കുമേ. കാലങ്ങൾ തീരുമേ, വാതിലടയുമേ. കാലങ്ങൾ തീരുമേ, വാതിലടയുമേ. ഇരുലോകം മൂടുമേ, പരിതാപം ഏറുമേ. ഇരുലോകം മൂടുമേ, പരിതാപമേറുമേ. ഇരുട്ടിന്റെ നിഷ്ഫലം പ്രവർത്തികൾ വിട്ട് നാം. ഇരുട്ടിന്റെ നിഷ്ഫലം പ്രവർത്തികൾ വിട്ടു നാം. ഒളിയിൻ സർവായുധ വർഗം ധരിക്കണം. ഒളിയിൻ സർവായുധ വർഗം. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പോൾ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ദൈവം ക്രിസ്തുവേശു മുഖാന്തരം നമ്മെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന്, പിശാചിന്റെ പിടിയിൽ നിന്ന്, നിത്യ നരകത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടും. ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യവതാ. സ്തോത്രം. ഏറ്റവും വലിയ വിശേഷത അതാ. അത് അധികം വിവരിക്കുന്നില്ല. ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ചു. ഇനി നിരാശയും ഭാരവും തളർച്ചയും ക്ഷീണവും ഒന്നും ഉണ്ടാകരുത്. ഇരിക്കേണ്ട സ്ഥലത്താണ് നമ്മളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞത് സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നെന്നാ. ഇരിപ്പൊന്നും കണ്ടാൽ തോന്നുകയല്ല, എന്നാലും വന്നിരിക്കുന്നല്ലോ. സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. 1-ാം അധ്യായത്തിൽ. 2-ാം അധ്യായത്തിൽ പൗലോസ് പറയാ, വിരുത് തെറ്റരുത് കേട്ടോ. തത്വജ്ഞാനവും വഞ്ചനയും ഒക്കെ കൊണ്ട് ആൾക്കാർ നിങ്ങളെ കശക്കും, വലിയ വകുപ്പൊക്കെ പറയും. അപ്പടി ഇപ്പിടി എന്നൊക്കെ അതൊന്നും കേട്ട് ഇളകരുത്. ഞാൻ എന്നെയും കൂടെ ചേർത്താ പറഞ്ഞത്. ആര് പ്രസംഗിച്ചാലും ആര് ശുശ്രൂഷിച്ചാലും വേദപുസ്തകത്തിൽ ഇല്ലാത്തത് അംഗീകരിക്കരുത്. അതിനാമേനും പറയരുത്. അവർ ചിലപ്പോൾ പറയും കരങ്ങൾ വീശി വീശി ഒരിക്കൽ കൂടി കരങ്ങൾ അടിച്ച്. അങ്ങനൊന്നും അടിക്കാൻ പോകരുത്. മനസ്സിലായില്ല? കൈയടിക്കരുതെന്നോ മറുഭാഷ പറയരുതെന്നോ പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞ്. വേദപുസ്തകത്തിലില്ലാത്ത കാര്യം ആര് പറഞ്ഞാലും അതിനേലായിട്ട് കൊടുക്കരുത്. നമ്മുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ ഈ തത്വജ്ഞാനവും വഞ്ചനയും വാഗ്വാദവും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ബിരുദൊന്നും തെറ്റിക്കരുത്. മനസ്സിലായോ? ബിരുദ് തെറ്റിക്കരുത്. നമ്മുടെ ബിരുദന്ന നമുക്ക് നിത്യതയിലെത്തണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ലോകത്തിലുള്ളതല്ല നമ്മുടെ വിഷയം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടി ഇതൊക്കെ ആവശ്യമാണ്. പത്രോസ് പറഞ്ഞു, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദൈവശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതെല്ലാം നമുക്ക് ദാനം ചെയ്തിരിക്കുക. ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ, കർത്താവിനെ സേവിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ ഈ മാർഗത്തിൽ വന്ന നീ ആമല്ലേ ഞാൻ നിങ്ങളെ ആവശ്യമുള്ളതെല്ലാം തരാം. ദൈവം വിശ്വസ്തനാ. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ തരുമെന്ന് വാഗ്ദത്തം നമുക്ക് തന്നിരിക്കല്ലേ. വായിച്ച് 6:33. മത്തായി. പെട്ടെന്ന് എടുക്കുന്നവർക്ക് പെട്ടെന്ന് വായിക്കാം. ആരെടുത്താലും വായിക്കാം. മോള് എടുത്തെങ്കിൽ വായിച്ചോ, വേറൊരാളെടുത്തെങ്കിലും വായിക്കാം. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ എന്നതൊക്കെ 25 മുതൽ വായിച്ചോ. 25 മുതൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കുമെന്നോർത്ത് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതാ. പിന്നെ ആകാശത്തിലെ പറവകളെ നോക്കി വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ലെങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരാ. നമ്മുടെ ഇരുമ്പം തോട്ടം കണ്ട ഒരു വിശേഷതയില്ലെന്നും പറഞ്ഞായിരിക്കുന്നേ. ഇതുപോലൊരു ചതിവ് അല്ല. നോട്ടം വരുമ്പം കണ്ടിട്ട് ഒരു വിശേഷത, നിങ്ങൾ വിശേഷതയുള്ളവരാണ്. എന്നിട്ടും നല്ല വിശേഷതയാണ്. അവയേക്കാളൊക്കെ നിങ്ങൾ വിശേഷതയുള്ളവരാ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തന്നെ നിങ്ങളത്തോടെ ഒരു മുഴം കൂട്ടാൻ നിങ്ങളിൽ ആർക്കും ഒക്കത്തില്ല. പിന്നെ ഉടുപ്പിനെ കുറിച്ചൊന്നും നിങ്ങൾ വിചാരപ്പെടരുത്. സ്തോത്രം. ഇപ്പൊ അങ്ങനത്തെ വിചാരം വലിയ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഏത് ഇടുമെന്നുള്ളതാ വിചാരം.
അത് പോട്ടെ, അടുത്ത വാക്യമായിരുന്നു. വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിങ്ങൾ നിരൂപിക്കണം. പിന്നെ അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നുമൊന്നുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല. വയലിലെ കുസുമങ്ങൾ വിടരുന്നു, കാലെ വിലസുന്നു പല നിറമതിൻ പൊട്ടിച്ചാരെ. ശലോമോനും അറിയുവാൻ കഴിഞ്ഞില്ലതാലെ, പരനെ മേഘം ശരണമാക്കി മരുവിടണം ധരണിയിൽ. പരനെ മേഘം ശരണമാക്കി മരുവിടണം ധരണിയിൽ. നീ മനുജ നിന്റെ ധനമതു നിനയാതെ, മനുജ നിന്റെ ധനമതു നിനയാതെ, മനുജ. അപ്പോൾ ശലോമോൻ പോലും വായിച്ച മോളെ, ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ഇങ്ങനെ ദൈവം ചമയിപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം എന്ന് പറഞ്ഞാൽ, നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാ, നിന്നെ പരിപാലിക്കാൻ ദൈവം വിശ്വസ്തനാ, നിന്നെ അവൻ കാത്ത് സൂക്ഷിക്കുവാൻ ദൈവം വിശ്വസ്തനാ, എന്റെയും നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാ. വിചാരപ്പെടരുത്, ചിന്താഭാരം ഉണ്ടാകരുത്, നിരാശപ്പെട്ടു പോകരുത്. ആമെ പുലർത്തുവാനും പരിപാലിക്കുവാനും ആമെ പോറ്റുവാനും നമ്മുടെ ദൈവം വിശ്വസ്തൻ. അടുത്ത വാക്യം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ശ്രദ്ധിക്കുക, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഉണ്മാനും ഉടുക്കാനും കുടിക്കാനും ഒക്കെ തരുവാൻ ദൈവം വിശ്വസ്തനാ. അല്ല, ഇതുവരെ തന്നല്ലോ, ഇനിയും തരാൻ ദൈവം വിശ്വസ്തനാ. അവിടെ ഭാഗം പെടുക. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം തരും, നിരാശപ്പെട്ടു പോകരുത്. ഒരു കാര്യം, തത്വജ്ഞാനവും വഞ്ചനയും വാഗ്വാദം കൊണ്ടാരും നിങ്ങളെ തെറ്റിക്കരുത്, ബിരുദ തെറ്റിക്കരുത്. നമുക്കൊരു പ്രത്യാശ കൊണ്ട് ബിരുദുണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം, അവിടെ എത്തണം. അതാ 2-ാം അധ്യായത്തിൽ കർക്കശമായി പറഞ്ഞേച്ച് 3 പറയുക, ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം. 3-1 വായിച്ചേ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. അപ്പൊ അത് അന്വേഷിക്കണം. ഇവിടുത്തെ ഒന്നും അന്വേഷിക്കരുത്, അത് അന്വേഷിച്ചോണം. അത് അന്വേഷിക്കുമ്പോൾ ഇവിടുത്തെ തരാൻ ദൈവം വിശ്വസ്തനുവാ. അന്വേഷിപ്പീൻ. പിന്നെ എടുത്തു പറഞ്ഞ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അപ്പൊ അത് അന്വേഷിക്കണം, അത് ചിന്തിക്കണം. അതിന്റെ കാരണം പറയാം. പൗലോസ് മേളിൽ ചെന്നതെല്ലാം കണ്ടേച്ചു വന്നതാ. ക്രിസ്തുവിലൊരു മനുഷ്യനെ അറിയുന്നു, 14 കൊല്ലം മുമ്പ് 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ടു, പരദീസയോളം എടുക്കപ്പെട്ടെന്നാ. ശരീരത്തോടോ ശരീരം കൂടാതെയോ ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. അവിടെ ചെന്ന ഭാഷയൊക്കെ കണ്ടു. അതെല്ലാം കണ്ടേച്ച് പുള്ളി കീപ്പോട്ട് വന്നു. എടുക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് മുകളിലാന്നല്ലോ, അല്ലാതെ വിശ്വാസമൊന്നുമില്ല. പിന്നെ പാസ്റ്റർമാർ പറയും കൈയടിച്ചാട്ട, അടിക്കാതിരിക്കാം. അടിച്ചില്ലേ പറയും പുള്ളി സഭയുടെ എതിരാന്ന് പറയും. സ്തോത്രം. കരങ്ങൾ വീശി താല്പര്യമില്ലെങ്കിലും അങ്ങ് വീശുക. അപ്പോൾ അത് ആരുടെയും കുഴപ്പമല്ല. പക്ഷേ അത് കണ്ടവർക്ക് ഇവിടെ പിന്നെ എന്തോ കണ്ടാലും വലിയ വിഷയമല്ല. ഒരുത്തനെ നടന്നു പോയപ്പം വയലിൽ നീതിയിരിക്കുന്ന കണ്ടു. കണ്ട ഉടനെ നെഞ്ചുവേദന വന്നെന്നാന്നോ? പിന്നെ നിങ്ങൾ പറ. നിങ്ങൾ എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനിരിക്കുക. ആയിക്കോട്ടെ. ഒരുത്ത വയലിൽ കൂടെ പോയപ്പോൾ വയലിൽ നിധി ഇരിക്കുന്ന കണ്ടു. അല്ലല്ല, നന്നായിട്ടൊന്ന് പറ. അവിടെ ഒരു പദമുണ്ട്. അല്ലല്ല, ഒരു പദമുണ്ട്, അത് പറയാനാ. അതാരാ പറഞ്ഞേ? കൈവ കണ്ട ഉടനെ ഇവന് സന്തോഷമുണ്ടായി. സ്തോത്രം. അവൻ നടന്നു പോയപ്പോൾ വയലിൽ നിധി ഇരിക്കുന്ന കണ്ടു, സന്തോഷിച്ച്. അങ്ങനെ എഴുതിയേക്കുന്നത് അല്ല, നെഞ്ചിന് വേദന വന്നെന്നല്ല. ഇത് കണ്ടുപോയല്ലോ എൻ്റെ ദൈവമേ. സന്തോഷിച്ച് വീട്ടിൽ വന്ന്
ഉണ്ടായിരുന്നതെല്ലാം വിറ്റു. എൻ്റെ ഭാഷ പറഞ്ഞ് കിട്ടിയ വിലയ്ക്ക് വിറ്റു. ഇത് കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ കാര്യം അത് കണ്ടതുകൊണ്ടാണ്. അത് ശരിയായി കണ്ടവന് ഇവിടുത്തതിനോടൊന്നും വലിയ പ്രതിബദ്ധതയില്ല. എൻ്റെ ഭാഷ പറഞ്ഞ ഇത് നിധി കണ്ടേച്ചവൻ ഇങ്ങോട്ട് വന്ന് സന്തോഷിച്ചാ വന്ന്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി നിരാശയോടൊക്കെയാണ് പോയത്. ഇങ്ങോട്ട് തുള്ളിച്ചാടി വന്നപ്പോൾ എൻ്റെ ഭാഷയാ പെമ്പള ചോദിച്ചു, എന്നെ ഇത്ര ഇളക്കം? അല്ലേ ഭാര്യ ചോദിച്ചു, അല്ലെ ഭർത്താവ് ചോദിച്ചു, എന്നെ? അവൻ പറഞ്ഞു, ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ സഭയിലൊരു അമ്മയുണ്ട്, കുത്തിയിരുന്ന് ഉറങ്ങുക എല്ലാ യോഗത്തിനും. ഉറങ്ങുന്നതിന് വായും പൊളിച്ചാ ഉറങ്ങുന്നത്. അപ്പം പ്രായമുള്ളൊരമ്മയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഉറങ്ങുകയെന്നോ ഇരുന്ന്? കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞു. അതാ വിഷയം. എന്നാൽ ഉറങ്ങുകയെന്നല്ല, പ്രായമുള്ള അമ്മയാ, ക്ഷീണം കാണും, നമുക്കും അറിയാം. കാഴ്ചകൾ കാണുക എന്ന് പറഞ്ഞു. അതല്ല രസം, അടുത്തല്ല, എന്നെ ക്ലിയറായിട്ടാണ് കാണിക്കുന്നെന്ന്. അതാ ഒന്നുകൂടെ എന്നെ ക്ലിയറായിട്ടെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മൾ അഥവാ എന്തെങ്കിലും കണ്ടാലും ക്ലിയർ അല്ല, അമ്മ ക്ലിയറായിട്ട് കാണുന്നത്. അപ്പൊ ഇവന് ഈ വയലിൽ നിധി ഇരിക്കുന്ന കണ്ടേച്ച് സന്തോഷിച്ചാ വന്നത്. കിട്ടിയ വിലയ്ക്ക് ഉള്ളതെല്ലാം വിറ്റു. എൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഇത് വെച്ച് ബാർഗെയിൻ ചെയ്തില്ല. ഇച്ചോടെ കൂട്ടിത്തരാമോ, ഒന്ന് നോക്ക്. ഇങ്ങനെയൊക്കെ ബാർഗൻ ചെയ്താൽ നിധിയായിട്ട് വേറെ ആൾ പോകും. മനസ്സിലായോ? നമ്മളെല്ലാം വർഷങ്ങളായിട്ട് ബാർഗൻ ചെയ്ത് നിൽക്കുക അല്ലേ? സത്യം പറ. ഒന്നും ചിന്തിച്ച് ഇടമല നോക്കിയില്ല. ഇത് കണ്ടു, സന്തോഷിച്ചു, വന്ന ഉടനെ കിട്ടിയ വിലയ്ക്ക് ഇതങ്ങ് വിറ്റു. പെട്ടെന്ന് പോയ അത് കണ്ടവർക്ക് ഇവിടുത്തെ ഒന്നും വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നമ്മുടെ വിരുത് തെറ്റരുത്. ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം, ചിന്തിക്കണം, അതിനായിട്ട് വർത്തിക്കണം. ആട്ടെ, ആ ഭാഗം വിടുക. 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യമാണ് വായിച്ചത്. ഞാൻ ഓർപ്പിച്ചല്ലോ, 4-ാം അധ്യായത്തിൽ ആ 2 മുതൽ 6 വരെയുള്ള തിരുവെഴുത്തിൽ പ്രധാനമായും 3 കാര്യം. 1, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 2, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. 3, പെരുമാറ്റവും സംസാരവും ശ്രദ്ധിച്ചോണം. ഇത് 3 പ്രധാനപ്പെട്ട വിഷയം. ഞാനിന്ന് വളരെ ശാന്തമായിട്ടായിരിക്കും വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ? ഇല്ല. ഞാൻ ഇളകണോ? വേണ്ട. അല്ല, വയ്യലും എനിക്ക് കാലിന് നീരൊക്കെ ഉണ്ടെന്നാലും നോക്കാം. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾ ഇളകിക്കോണം കേട്ടോ. അപ്പോൾ 4-ാം അധ്യായത്തിൽ 2 മുതൽ 6 വരെ 3 കാര്യം. അതിലൊന്ന് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. 2-ാം വാക്യം വായിച്ചേ മോളെ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം കേട്ടോ. ഉറ്റിരിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ആരൊക്കെയാ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ടത്? എല്ലാവരും. ഇപ്പം മിക്ക സഭകളിലും സെന്ററിലും കേന്ദ്രത്തിലും ഒക്കെ പ്രാർത്ഥന കുറേ ആൾക്കാർക്ക് കൊടുത്തിരിക്കുക. അവരെ അവിടെ ഇരുത്തിയിരിക്കുക. ചാപ്പാടുമൊക്കെ കൊടുക്കും, ചിലപ്പം കാശും കൊടുക്കും. എന്നിട്ട് പറയും അങ്ങോട്ട് കൊടുത്താൽ മതി, അവർ പ്രാർത്ഥിച്ചോളും. നമുക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അങ്ങനല്ല, എല്ലാവരും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. അപ്പൊ ആരൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം? 6 ഗ്രൂപ്പുകാരെ വിളിച്ചു. 3-ാം അധ്യായത്തിന്റെ 18, 3-ന്റെ 19, 3-ന്റെ 20, 3-ന്റെ 21, 3-ന്റെ 22, 4-ന്റെ 1. 6 ഗ്രൂപ്പുകാർ. 3:18 ഭാര്യമാര്, 3:19 ഭർത്താക്കന്മാര്, 3:20 മക്കള്, 3:21 പിതാക്കന്മാര്, 3:22 ദാസന്മാര്, 4-1 യജമാനന്മാരെ. 5 പേര്, 5 ഗ്രൂപ്പുകാരെ വിളിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, 5 ഗ്രൂപ്പുകാരെ പൗലോസ് വിളിച്ചു. 6 ഗ്രൂപ്പുകാരെ. ഭാര്യയും, നിങ്ങൾ വാക്യം ഇവിടെ കൊടുക്കുന്നുണ്ടോ? അത് വേണ്ട, എല്ലാവരും വേദപുസ്തകം എടുത്ത്. ചുമ്മാ അല്ലല്ലോ, അങ്ങ് നിർത്തിക്കാൻ മോനെ. വേദപുസ്തകം എടുക്കും. അതങ്ങ് നിങ്ങളും വേദപുസ്തകം എടുത്ത്. നിങ്ങളുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ? നിങ്ങളുടെ കയ്യിലുണ്ട്. നല്ല ശേലാന്നല്ലോ.
വേദപുസ്തകം എല്ലാവരും വേദപുസ്തകം എടുക്കും. വായിച്ചില്ലെങ്കിലും എടുത്തോ, ഇത് എടുക്കുന്ന ഒരു അനുഗ്രഹമാണല്ലോ. ഇതെല്ലാം നല്ലതാണ്. പക്ഷേ ഇപ്പം ശാശ ഇത് പലതും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത് കുറ്റമല്ലി പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഇത് നല്ലതാണ്. അറിയാത്തൊരു പാട്ടോ അങ്ങനെയുള്ള നമുക്ക് പരസ്യം ഉണ്ടല്ലോ, ചർച്ചിൻ്റെ പ്രാർത്ഥന, അതൊക്കെ നല്ലതാണ് കൊടുക്കുക. പക്ഷേ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ വേദപുസ്തകം എടുക്കണം. ഇംഗ്ലീഷ് അറിയാവുന്നതിന് ഇംഗ്ലീഷ് എടുത്തു, മലയാളം വന്നേ മലയാളം എടുത്ത് ആ വാക്യങ്ങൾ പെട്ടെന്ന് മറിച്ചു, എങ്കിലേ വചനത്തിൽ തിട്ടം വരുവുള്ളൂ. ഇല്ലെങ്കിൽ തൃശ്ശൂർ പൂരം കണ്ടുവച്ച് പോകുമ്പോൾ ഇരിക്കും. ചില പണം നന്നായിട്ട് പൊട്ടി കേട്ടോ, പൂത്തിരിയായിരുന്നു. നിനക്ക് പുസ്തകത്തിനോട് യാതൊരു ഇതും കാണുകയല്ല. സ്തോത്രം. വേറെ പുസ്തകം പഠിക്കുകയല്ല. ഇപ്പോഴും എത്ര പേർക്ക് പിന്നെ ഈ ഇത് എന്തുവാ പുസ്തകക്രമം അറിയാത്തവരുണ്ട്? ഇവിടെയുണ്ട് അല്ലേ? അറിയാത്തവർ കൈപൊക്കാൻ ഞാൻ പറയുന്നില്ല, അറിയാവുന്നവർ കൈപൊക്കിക്കേ. ഞാൻ പറയിപ്പിക്കും, സമയം പോയാലും പറയിപ്പിക്കും. അറിയാവുന്നൊരു കൈപൊക്ക്, പുസ്തകം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അറിയാവുന്നവരങ്ങ് പൊക്കിക്കൂ. പറയിപ്പിക്കും. 1, 2, 3. താമസിച്ച് ആ പാസ്റ്റർ പൊക്കിയത് എന്നാലും കുഴപ്പമില്ല. ആദ്യം പൊക്കിയതാ. ഇവർക്ക് 3-4 പേർക്ക് സഹോദരിമാരുടെ കൂട്ടത്തിൽ ഒരു കുറച്ചുകൂടെ ആൾ കൂടുതലുണ്ട്. കുറ്റമല്ല ഇതിനോട്. ഇത് ഇങ്ങനെ ഇപ്പം ഇങ്ങനെയുള്ള ഒത്തിരി കേസുകളുണ്ട്. അതുകൊണ്ടാണ്, ഒരു കേസ് തന്നെ അല്ല. പിണക്കമൊന്നും ഉണ്ടാകരുത്. വേദപുസ്തകം മറിച്ച് എടുത്ത് വായിച്ച് തിട്ടമാക്കണം. അപ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമാണ്. ആട്ടെ, പറയിപ്പിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കും, അയ്യോ എന്നാൽ പോക്കേണ്ടതായിരുന്നെന്ന്. നിങ്ങളോടും ചോദിക്കുന്നില്ല. ജേസന് അറിയാമെന്ന് എനിക്കറിയാം. യവൻ തെറ്റിക്കും. അവൻ്റെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം അവൻ തെറ്റിക്കും. അദ്ദേഹത്തെ പറ്റി എനിക്ക് വലിയ തിട്ടമില്ല. ചിലക്കറിയാമെങ്കിലും പൊക്കുകയില്ല. അയ്യോ അയാൾ ബോധമുള്ളവനല്ല, അഥവാ എന്തെങ്കിലും തെറ്റിയ അയാൾ മനുഷ്യനെ നാണം കെടുത്തുന്നവനാ. പൊക്കിയില്ലെന്നേ ഉള്ളു, വെറുതെ അല്ല. അങ്ങനെ ചിന്തയുള്ളവരും പൊക്കാത്തവരുണ്ട്. അയാൾക്ക് വെളിവും വെള്ളിയാഴ്ച ഒന്നും ഉള്ളവനല്ല. അങ്ങനെയും കൈ പൊക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയാം, വേറെ പുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും വാക്യങ്ങൾ ദൈവദാസന്മാരെ ആര് ശുശ്രൂഷിച്ചാലും അതെടുക്കണം. അപ്പൊ തിട്ടം വരും ഇതിനകത്ത്. അങ്ങനെ പഠിക്കും. അതെ. അപ്പോൾ പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. ആരൊക്കെ ഉത്തിരിക്കണം? 3:18, 3:19, 3:20, 3:21, 3:22, 4:1. ഈ 6 വാക്യത്തിൽ 6 ഗ്രൂപ്പുകാരെയാണ് വിളിച്ചത്. 3:18 വായിച്ചേ മോളെ. ഭാര്യമാരെ വിളിച്ചു, കണ്ടോ? അപ്പൊ ഭാര്യ പ്രാർത്ഥിക്കണം. അടുത്തത് 19 ഭർത്താവും പ്രാർത്ഥിക്കണം. ഭാര്യയ്ക്ക് മാത്രം പ്രാർത്ഥന കൊടുത്തു നീ ഉമ്മ കലിങ്ക കയറിയിരിക്കരുത്. കുഞ്ഞന്നാമ എന്തിയാ? അവള് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മളെന്നാ പിന്നെ അവിടെ അവള് പ്രാർത്ഥിക്കട്ടെ, ഞാനിങ്ങനെ ഇവിടെ. ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം, പിള്ളേര് പ്രാർത്ഥിക്കണം. 20 മക്കളെല്ലാം പ്രാർത്ഥിക്കണം. പപ്പായിക്കും മമ്മിക്കും പ്രാർത്ഥന കൊടുത്തേച്ച് നിങ്ങൾ വട്ട് കളിക്കാൻ പോകരുത്. പിള്ളേരും പ്രാർത്ഥിക്കണം. 21 പിതാക്കന്മാര് ആ പ്രായമായി, ഇനിയിപ്പോ അവര് പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളുടെ കാലമൊക്കെ കഴിഞ്ഞിപ്പോ ശ്വാസം മുട്ടലും ബിംബിഷ്ടവും ഒക്കെ ആയി. അല്ലല്ല, പിതാക്കന്മാരും പ്രാർത്ഥിക്കണം. അതിനകത്ത് മാതാക്കളുണ്ട്, പ്രായമുള്ളവര്. 21 പിതാക്കന്മാര് പ്രാർത്ഥിക്കണം. 22 ദാസന്മാരും പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കണം. 4:1 യജമാനന്മാരും പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. ഈ ഉപവാസവും പ്രാർത്ഥനയും അതിന് വീണ്ടും മുഖാന്തരമായി തീരട്ടെ. ഭാര്യ പ്രാർത്ഥിക്കണം, ഭർത്താവും പ്രാർത്ഥിക്കണം, മക്കളും പ്രാർത്ഥിക്കണം, മാതാപിതാക്കള് പ്രാർത്ഥിക്കണം, ദാസന് യജമാനന് എല്ലാവരും പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. അപ്പോൾ 4:2 പറയുക പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. പ്രാർത്ഥനയിൽ ഉത്തിരിക്കണം. ഇനി വേറെ കാര്യമുണ്ട്. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില കടമകളും ഉത്തരവാദിത്വവും കർത്തവ്യവുമുണ്ട്. അത് ചെയ്തു വെച്ച് വേണം പ്രാർത്ഥിക്കാൻ. ചുമ്മാ കയറി പ്രാർത്ഥിക്കരുത്. സ്തോത്രം. നമുക്ക് ചില കടമകളില്ലേ, ഉത്തരവാദിത്വമുണ്ട്. ഭാര്യയ്ക്ക്, ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, ദാസന്, യജമാനനൊക്കെ ചുമതലകളുണ്ട്. അത് നമ്മളാൽ ആവും വിധം ചെയ്യണം. വേണ്ടേ?
ഞാൻ അങ്ങനെ പറയുന്നു, നമ്മളാലാവും വിധം. എല്ലാവർക്കും ഒരേപോലുള്ള പ്രാർത്ഥിയൊന്നും അല്ല. അത് ഞാൻ പറയുമ്പോൾ ഞാൻ പറയാനുണ്ട്, ഈ വിവാഹ ശുശ്രൂഷയിലെ ആൾക്കാരെ എന്തുവാ അവരെ ഒന്നുകൂടെ ചതിക്കുക. ചിലർ ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുക്കുമ്പോഴേ, ഞാൻ ഇത് ഏതോ അപ്പച്ചൻ ചെയ്ത് വെച്ചതാ, അതെ, പിന്നെ നമ്മൾ അത് തന്നെ അപ്പം ഞാൻ പറയാനുണ്ട്, ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടി വാചകം ചൊല്ലിക്കൊടുക്കുമ്പം നിങ്ങൾ ഇഷ്ടമുണ്ട് യോജിച്ചാൽ മതി. ഒരു ഭർത്താവിൻ്റെ എല്ലാ കടമകളും നിർവഹിച്ചു. അതൊന്നും ആരും നിർവഹിക്കുന്നില്ല. ഉണ്ടെങ്കിൽ കൈ പൊക്കിക്കേ. കല്യാണം കഴിച്ചിട്ട് 20, 30, 50 കൊല്ലമായല്ലോ. എല്ലാ കടമയും ഞാൻ തിരിഞ്ഞേക്കാൻ കൈ പൊക്കിക്കും. ഇപ്പം ഞാൻ നോക്കുന്നതുകൊണ്ടാ പൊക്കാഴിയെ വേണ്ട. ഒക്കത്തില്ല, ആർക്കും ഒക്കത്തില്ല. ഒരു ഭാര്യയുടെ എല്ലാ കടമകളും ഒക്കുന്നുണ്ടോ? എന്തേലും വാ തുറന്ന് പറ. ആരെ കൊണ്ട് ഒക്കത്തില്ല. നമ്മളാലാവും വിധം അതേ ഒക്കൂ. രോഗിയായ ഭാര്യ കാണും, രോഗിയായ ഭർത്താവ് കാണും, ക്ഷീണമുള്ളവർ കാണും, കഴിവ് കുറഞ്ഞവർ കാണും, കഴിവ് കൂടിയവർ. അപ്പം എല്ലാവർക്കും ഒരു ഭാര്യയുടെ ഭർത്താവിൻ്റെ എല്ലാ കടമകളും നിവർത്തിക്കാൻ ചിലപ്പോൾ ഒത്തെന്ന് വരികയില്ല. അതുകൊണ്ട് ഞാൻ പറയാറുണ്ട്, ഇഷ്ടമുണ്ടെ ചോദിച്ചാൽ മതി, ദൈവകൃപയിൽ ആശ്രയിച്ച ഒരു ഭർത്താവിൻ്റെ കടമകളെല്ലാം എന്നാലാവും വിധം ഒരു ഭാര്യയുടെ കടമകൾ അങ്ങനെ ഒക്കുവുള്ളു എന്ന് പറഞ്ഞ പോലെ ഇവിടെ പ്രാർത്ഥനയിൽ ഉച്ചരിക്കുന്നവരോട് പറയാം, എല്ലാ കാര്യങ്ങളും 100ക്ക് 100 ചെയ്യാൻ ഒക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെയാലും ഉണ്ടെങ്കിൽ അവരെ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർ യോഗം കഴിഞ്ഞ് എൻ്റെ അടുക്കൽ ഒന്ന് വരണം. പക്ഷേ ഞാൻ എല്ലാ കടമകളും ഈ സെക്കൻഡ് വരെ പാലിച്ചാണ് നിൽക്കുന്നത്. അത് അവരെ കുഴയ്ക്കാനല്ല, എനിക്ക് ആ കാര്യങ്ങളുടെ വിധം ഒന്നറിയാൻ, എങ്ങനെയാണ് ഇതെല്ലാം ഒപ്പിക്കുന്നെന്ന് ഒന്നറിയാൻ വേണ്ടിയല്ലാതെ നിങ്ങളെ കൊച്ചാക്കാനല്ല. ദൈവത്തെ അങ്ങനെയുള്ളവർ പോകരുത്. സമയം പോയാലും എന്നെ ഒന്ന് വന്ന് കണ്ടേച്ചേ പോകാം. അപ്പോൾ ഭാര്യയുടെ കടമ, ഭർത്താവിൻ്റെ കടമ, മക്കളുടെ കടമ, മാതാപിതാക്കളുടെ കടമ, ദാസന്റെ യജമാനന്റെ കടമ, ഓരോരുത്തർക്ക് കർത്തവ്യങ്ങളുണ്ട്. അത് ചെയ്തതിന് ശേഷം വേണം പ്രാർത്ഥിക്കാൻ. വേണ്ടേ? വേണം. ഒരു കടമകളും ഉത്തരവാദിത്വവും കർത്തവ്യങ്ങളും അനുഷ്ഠിക്കാതെ ചുമ്മാ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം കേൾക്കുകയല്ല. പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. സ്വന്തം ഭർത്താവ് വീട്ടിലുണ്ട്. തള്ള വെളുപ്പിനെ 3 മുതൽ പ്രാർത്ഥനയാണ്. 3 അല്ല, ചിലപ്പോൾ ഇന്ന് നേരത്തെ എടുക്കും, 3 ആയിക്കോട്ടെ. ആ വീട്ടിലെ അനേക പ്രാവശ്യം വിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനാ ശബ്ദം കേൾക്കാം. 3:30, 4 മുതൽ ഇന്ന് പ്രാർത്ഥിക്കും. അങ്ങേർക്ക് ഷുഗറും അസ്വസ്ഥതയും പ്രയാസമൊക്കെ ഉള്ളതാണ്. പുള്ളി എഴുന്നേറ്റ് വന്നാൽ പുള്ളിക്ക് ചെറിയ വെള്ളം കിട്ടാനില്ല. ഇവരിങ്ങനെ പ്രാർത്ഥനയാണ്. നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്. ഒരു ദിവസം പുള്ളി സഖി കെട്ടേച്ച്, ഞാൻ പേര് മാറ്റിയാണ് പറയുന്നത്, ആ പേരല്ല, കാരണം ചിലപ്പോൾ കാണും ഇതിനകത്ത്, വെറുതെ എന്തിനാലോഗ്യം, അവിടെ മക്കളുമൊക്കെ കേട്ടാൽ പിന്നെ അതൊരു ചേർച്ചക്കേടാണ്. അതുകൊണ്ട് ഞാൻ അങ്ങ് പേര് മാറ്റുക. ഞാൻ പറയുന്ന പേരല്ല, പേര് ഞാൻ മാറ്റുക. അപ്പം പുള്ളി വന്ന് ഒരിക്കൽ പുള്ളി ഷുഗറും കൊണ്ട് അസ്വസ്ഥത, ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാം. ഇവരിതൊന്നും ഇവരിങ്ങനെ പ്രാർത്ഥന. അപ്പം പുള്ളിക്ക് വന്നു പറഞ്ഞ്, എൻ്റെ സാറാമ്മ ആടിയത് മതി, രാവിലെ 3 മുതൽ പാമ്പാടും പോലിരുന്ന്. അപ്പം അമ്മാമ്മ പ്രാർത്ഥിക്കും, ഹാലലൂയ എന്ന് പറഞ്ഞിങ്ങനെ, ഹാലലൂയ ഉണ്ടല്ലോ ഒരു ശൈലി. പുള്ളി കുറേ നേരം നോക്കുന്നിട്ട് വെള്ളമൊന്നും കിട്ടുന്നില്ല, എടുത്തു തരുന്ന ലക്ഷണോ കാണുന്നില്ല. അപ്പം സഖി കിട്ടുന്ന മതി എൻ്റെ താറാമ്മ, വെളുപ്പിനെ 3 മുതൽ ആട്ടം തുടങ്ങിയതാണല്ലോ എന്ന്. മനുഷ്യൻ ദാഹം എടുത്ത് വെള്ളമില്ലാതെ പരവേശം എടുത്ത്, പ്രാർത്ഥന തെറ്റാന്നല്ല, 3 കുഴപ്പമാണെന്നുമല്ല, ആ ഭർത്താവിനോട് ചെയ്യേണ്ട ചില കടമകളുണ്ട്. അയാൾ വെള്ളം കുടിക്കാതെ തൊണ്ടയെല്ലാം വരണ്ട് ആകെ ഇവരിന്ന് ഇങ്ങനെ ചക്കാട്ടും പോലിരുന്ന്, അതുകൊണ്ടൊന്നും മെച്ചം ഉണ്ടാകുകയില്ല. സ്തോത്രം. ഭർത്താവ് അങ്ങനെ തന്നെ കടമകളുണ്ട്. ഭാര്യയെ സംരക്ഷിക്കണം, പിള്ളേരെ സംരക്ഷിക്കണം,
കടമകളുണ്ട്. സ്തോത്രം. വേണ്ടേ? ഉണ്ട്. വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എപ്പോഴും മുറി അടച്ചിട്ട് ചിങ്ങനെ നാടുക. എന്തോ ചെയ്യും? അവരവിടെ ചെന്നാൽ കഞ്ഞിക്ക് അരി മേടിക്കുന്നേ. അവരെ പിള്ളേരുടെ കാര്യം നടക്കണ്ടേ? പ്രാർത്ഥന തെറ്റാന്നല്ല, പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. പക്ഷേ നമുക്ക് ചില കടമകളുണ്ട്, അത് ചെയ്ത് അനുഷ്ഠിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എഫക്റ്റാ. ഭാര്യ എന്തോ ചെയ്യണം? വായിച്ചേ മോളെ. മോളാന്നേലും വായിച്ചു. ഭാര്യമാര് അവരാ വായിക്കണമെങ്കിലും മോള് വായിച്ചു. മോഡലിന്റെ വാക്യം 18. ഭാര്യമാര് ഇങ്ങോട്ട് നോക്ക്. ഭാര്യമാരെല്ലാം നോക്കാം. മോള് വായിച്ചു. നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടങ്ങുവീൻ. അപ്പൊ ഭാര്യമാര് കർത്താവിന് ഉചിതമാകും വണ്ണം ഭർത്താവിന് കീഴടങ്ങി വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള മാന്യ സഹോദരിമാരുണ്ട്. ദൈവം അവരെ അനുഗ്രഹിക്കും. എന്നാൽ ഭർത്താവിന് കാശിന് വില കൊടുക്കാതെ ഒറ്റയടിക്ക് അയാളെ കനാലിലിട്ടേച്ച് പ്രാർത്ഥിക്കുന്ന സ്ത്രീകളും ഉണ്ട്. അയാൾക്ക് കനാലിൽ നിന്ന് കയറി വരാൻ നേരമില്ല. അഭിഷേകം പ്രാപിക്കാത്ത പുള്ളിയാന്നെ പിന്നെ പറയുകയും വേണ്ട. എന്നും കാലുമടക്കി അടിയായിരിക്കും. വരുന്ന ഉപദേശമാരോടും പറയും, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം. അഭിഷേകമൊന്നും. അയാൾക്ക് അഭിഷേകം ഇല്ലാത്തത് നീ രക്ഷപ്പെട്ടു. അതെ. അപ്പൊ ഭർത്താവിന്റെ കടമകള്, ഭാര്യയുടെ കടമകൾ അനുഷ്ഠിക്കണം. എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. ബഹുമാനിക്കണം, കീഴ്പ്പെടണം, അനുസരിക്കണം, വിധേയത്വം ഉണ്ടായിരിക്കണം. സ്തോത്രം. വേണ്ടേ? മറ്റുള്ളവരെ കണ്ടോണ്ട് നമ്മൾ ചാടുകയും ചെയ്യരുത്. മനസ്സിലായോ? ഞാനധികം വിവരിക്കുന്നില്ല. പണ്ട് അപ്പുറത്തെ വീട്ടിലെ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമാണ്. ഇപ്പുറത്തെ വീട്ടിലെ അമ്മാമ്മയ്ക്ക് ഇത് കണ്ടങ്ങ് സങ്കടമാണ്. പുള്ളിയോട് സ്നേഹത്തിൽ സംസാരിക്കുന്നുമില്ല പുള്ളിക്കാരിയോട്. അപ്പുറത്തെ അപ്പം ഭാര്യയും ഭർത്താവോട് പറഞ്ഞു, എന്നാലും എൻ്റെ അച്ചായ അപ്പുറത്തെ അങ്ങേര് അവരെ വിളിക്കുന്നത് എന്തെന്നല്ല, എപ്പോഴും ആപ്പിളെ, ഓറഞ്ച്, മുന്തിരി എന്നൊക്കെയാ വിളിക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞിടി അവൻ പഴക്കച്ചവടക്കാരനാണ്. നേരം വിളക്കം മുതൽ വൈകുന്നേരം വരെ പഴം അതല്ലേ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ആപ്പിള്, പൈനാപ്പിള്, ചെറി, ഗൂസ്ബെറി. ഞാൻ ഇരുമ്പ് പണിക്കാരനല്ലേ? നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. മറ്റുള്ളവർ കാണിക്കുന്നതും ചെയ്യുന്നതുമല്ല, നമ്മുടെ അടിസ്ഥാനം തിരുവചനമാണ്. കീഴ്പ്പെടണം. എന്തുവാ നിങ്ങൾ രണ്ടുകൂടെ പറഞ്ഞാണ്ട് പറഞ്ഞു? എന്തോ പറഞ്ഞു. അതാ ഇരുമ്പ് പണിയല്ലേ? സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത്ര വലിയ മയമില്ലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എടി ഇങ്ങോട്ട് വന്നെടി, അതിങ്ങോട്ട് എടുക്ക്, പെട്ടെന്ന് എടുക്ക്. ഇങ്ങനെയൊക്കെ ആ പുള്ളി സംസാരിക്കുന്നത്. മറ്റേതങ്ങല്ല ആപ്പിളേ. അത് പുള്ളിക്കാരിക്ക് അങ്ങ് അതാ പറഞ്ഞ പുള്ളി എന്ത് സ്നേഹത്തിലാണ്. അവൻ പഴക്കച്ചവടക്കാരനാണ്, ഞാൻ ഇരുമ്പ് കച്ചവടക്കാരനല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോരുത്തർക്കും ഓരോ കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. അത് കൃത്യമായി പാലിക്കണം. ഭർത്താവ് അങ്ങനെ തന്നെ ഭാര്യയെ സംരക്ഷിക്കണം, പോറ്റി പുലർത്തണം. ഞാൻ കോഴഞ്ചേരിക്ക് പോകുക, ദൈവം നിന്നെ നടത്തും. അതാന്നാ മര്യാദ. പഞ്ചതാരയില്ല, കാപ്പിപ്പൊടിയില്ല, അരിയില്ല കഞ്ഞി വെക്കാൻ. ഞാൻ കോഴഞ്ചേരിക്ക് പോകാം, നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ. അതല്ല, കടമകളുണ്ട്, ചെയ്തു കൊടുക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് ആ ഭാഗം അങ്ങ് വിടുക. ചിലരുടെ മുഖത്തിനും ഭാവത്തിനും വ്യത്യാസം കാണുന്നു. വെട്ടവിഞ്ഞോട്ട് അടിക്കുന്നെങ്കിൽ എനിക്ക് കാണാം. അതുകൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒന്ന്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. വാക്കും പെരുമാറ്റവും നന്നാക്കിക്കോണം. ചിലക്കത് അറിയത്തില്ല. വാക്ക് പുറത്തുള്ളവരോടും വായിച്ചാൽ മുളകുന്നൂടെ ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ അല്ല, 5-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുക. അത്യാവശ്യമാ പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ. ചിലക്ക വെളിയിലുള്ളവരോട് സംസാരിക്കാൻ അറിയത്തില്ല. കല്യാണത്തിന് ചെന്നാൽ ഉടനെ വിവാഹ ശുശ്രൂഷയിൽ എല്ലാവരും സംബന്ധിക്കുന്നതാ. നാനാജാതി മനസ്സർ കൂടുന്നതാണ്. അത് വളരെ പരിജ്ഞാനത്തോടെ വേണം സംസാരിക്കാൻ. പണ്ടൊരാൾ കല്യാണത്തിന് വിളിച്ചു, പിന്നെ പല ആൾക്കാർ വരുന്നതല്ലേ. വിവാഹം എല്ലാവർക്കും മാന്യമാണ്, അത് കുഴപ്പമില്ല, ഭാഗ്യമാ പറഞ്ഞു. അടുത്ത ഡയലോഗ
അത് പോപ്പിന് മാന്യമാണ്, മെത്രാന് മാന്യമാണ്, തിരുമേനിക്ക് വൈമേനി. അപ്പം ഞങ്ങളുടെ ഒരു അച്ചായൻ പറഞ്ഞു, ഇയാളിപ്പോൾ പോപ്പിനെ കല്യാണം ഒന്നും കഴിപ്പിക്കണ്ട, അവരുടെ കല്യാണം അങ്ങ് നടത്താൻ പറഞ്ഞു. അവൻ രാവിലെ പോപ്പിനെ കല്യാണം കഴിപ്പിക്കാൻ ഇറങ്ങുക. വാക്യം പറഞ്ഞോ കുഴപ്പമില്ല, വിവാഹം എല്ലാവർക്കും. വേറൊരാളെ പ്രസംഗിച്ചോ പറഞ്ഞു വിവാഹം വിലക്കുന്ന സഭയുണ്ടെന്ന്. വിവാഹം കഥ അറിയാതെ കയറി പറയാൻ. അപ്പം നമ്മുടെ ഒരു അച്ഛൻ ചോദിച്ചു, യോഗമല്ല കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല ഏത് സഭയാണ് വിവാഹം വിലക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന സഭയാണ്. പുള്ളിയുടെ വിധവും മാറി. പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞു, അത് പൊതുവെ പറയാൻ കൊള്ളുകയില്ല, എന്നാലും അങ്ങ് പറയാം ക്ഷമാപണത്തോടെ. ക്ഷമ ചോദിച്ചു, പാസ്റ്റോട് ക്ഷമ ചോദിച്ച് അങ്ങ് പറയുക. പൊളിഞ്ഞു ഏത് സഭയാണ് വിവാഹം മുടക്കുന്നത്? അപ്പോൾ ഒരു സഭയുടെ പേര് പറഞ്ഞു, അവർ വിവാഹം മുടക്കുക. അപ്പോൾ പുള്ളി പറഞ്ഞത് കുഞ്ഞുങ്ങളിരിക്കുന്നെങ്കിലും പറയാനൊക്കെ പറയരുതാത്തത് എന്നാലും പറയാം. അവൻ ചോദിച്ചു, എടാ പിന്നെ ആ സഭ ഇഷ്ടം പോലെ സൺഡേ സ്കൂളും പിള്ളേരും കൊണ്ട് വിവാഹം മുടക്കുക തന്നെ പിന്നെ മനസ്സിലായി കാണും, നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുറത്തുള്ളവരോട് എങ്ങനെ ശവമടക്കിന് വിവാഹ ശുശ്രൂഷയിൽ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം, വേണ്ടേ? വിശേഷിച്ച് പരസ്യയോഗം നടത്തുന്നവർ വിവരദോഷയുടെ പോയാൽ തല്ല് മേടിച്ച്. ഒരു പരസ്യയോഗത്തിന് ഞാനും ഉണ്ട്. വേങ്ങല വേവിയുടെ വണ്ടിയുടെ പുറത്താ മേളിൽ ബോക്സുമൊക്കെ കെട്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നു. അവിടെ പെന്തിക്കോസുകാരും ഒന്നുമില്ല, മറ്റ് ആൾക്കാരാ, ഹൈന്ദവ സ്നേഹിതന്മാരും മറ്റ് സമുദായസ്ഥരായവരാ. ഈ കണ്ടത്തിൻ്റെ സൈഡ് അപ്പുറം തോടും കണ്ടവും റോഡും കൂടെ. അപ്പോൾ പരിശോധന മൈക്ക് കൊടുത്തു. ഞാൻ എന്തായാലും പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞു. ഇല്ല പുള്ളിക്കും കൊടുക്കണം, സെൻറ്ററിലുള്ള ആളാണ്. സെൻറ്റർ നോക്കി കൊടുത്താൽ നീ തല്ലു മേടി ചൂപ്പാട് വരും, അത് ബോധമുള്ളവൻ്റെ കൊടുക്കണം. നമ്മളങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നത്. സെൻറ്ററിൽ പെട്ട ആളാണ്, സെൻറ്ററിൻ്റെ ഇന്ന ആളാണ്, ആണെങ്കിൽ അവിടെ മര്യാദയ്ക്ക് ഇരുന്നോളും, വിവരമുള്ളവൻ്റെ കൊടുക്കണം. അത്ര ഉള്ള, അതിന് വേറെ മാർഗമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ ദൈവമേ, മൈക്ക് അങ്ങോട്ട് കൊടുത്തു. ആദ്യത്തെ ഡയലോഗ് തന്നെ അടിമേടിച്ചും പൊതുവെ ലൈവ് ഉള്ളതുകൊണ്ട് പൊതുവെ പറയാനൊക്കത്തില്ല. പറഞ്ഞു. അവസാനം ഞാൻ കണ്ണ് കാണിച്ച് മൈക്ക് ഓഫാക്കിയേക്കാൻ പറഞ്ഞു. പുള്ളി വണ്ടിക്കകത്തിരുന്നത് ഓഫാക്കി. പിന്നെ പുള്ളി പിന്നെ നിൽക്കുക. 1-2 പേര് ഓടി. കണ്ടോ? പുറത്തുള്ളവരോട് പെരുമാറാൻ പഠിച്ചിരിക്കണം. ഞാൻ ഉദാഹരണമായിട്ട് പല കാര്യം എപ്പോഴും പറയാനുള്ളതാ. ഇപ്പോൾ നമ്മൾ പിന്നെ കൊട്ടാരക്കരയിൽ നിന്ന് ഓട്ടോ പിടിക്കുക രാത്രി വീട്ടിലോട്ട് വരാൻ. ഇപ്പോൾ എല്ലാവർക്കും വാഹനമുണ്ട്. പണ്ട് കാലത്തെ രീതി വെച്ചാൽ നമുക്ക് പൂയപ്പള്ളിക്ക് വരണം. കൊട്ടാരക്കര ഓട്ടോ പിടിക്കുമ്പോൾ രാത്രി 12:30 ചോദിക്കണം, എനിക്ക് പൂയപ്പള്ളി പോകാനാ, ഇവിടെ നിന്ന് എന്തോ ആകും. അതാദ്യം അങ്ങ് ചോദിച്ചേക്കണം, വേണ്ടേ? ചോദിക്കണം. രാത്രി അസമയമാണ്, ചോദിക്കണം. ചില ഓട്ടോക്കാർ പറയും, സാറ് കയറ് സാറ് കയറ്. സാറെന്ന് വിളിച്ചപ്പോൾ നമ്മൾ വിളകി. ഇന്ന് വരെ ആരും സാറെന്ന് വിളിച്ചതെല്ലാം ഡാഷാ. അപ്പോൾ ഒരുത്തൻ രാത്രി കൊട്ടാരക്കര ഓട്ടോക്കാരൻ നമ്മളെ 12:30 സാറേന്ന് പറയുമ്പം ചാടി കയറി. സാറ് ഇവിടെ വന്ന് ഇറങ്ങി. ഉടനെ അവൻ ചോദിച്ചു എന്തോ ആയി ഓട്ടോക്കൂലി? 250 രൂപ. 250? ഞാൻ തരികയില്ല. ഉടനെ അവൻ ഇവിടെ കൊണ്ടുവന്ന് അന്നേ മേടിക്കാനറിയാം. ഉടനെ നമ്മൾ ചുണയുണ്ടേ മേടിക്കും. ഉടനെ അവൻ ഓട്ടോ നിർത്തി വെച്ച് വെളിയിൽ ഇറങ്ങി. നമ്മളും ഇറങ്ങി. രാത്രി 1:30 വീടിൻ്റെ വാതുക്കൽ. അവൻ ഇട്ടുതാണ്ടും പൊട്ടെ 2-3 ഡാഷ് പറഞ്ഞു. അപ്പോൾ അപ്പുറത്തുകാരെല്ലാം ലൈറ്റ് ഇട്ടു. ഉണ്ടോ? നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞതല്ല, പെരുമാറാൻ പഠിക്കണം, വേണ്ടേ? അവൻ പിന്നെയും 1-2 ഡയലോഗ് പുറത്ത് പറയാൻ കൊള്ളാത്തത്. എന്നാൽ നമ്മൾ പറഞ്ഞു മോളി ടോർച്ച് എടുത്തുകൊണ്ട് വരാൻ. അവരെയും പള്ളു പറഞ്ഞു. വല്ല കാര്യമുണ്ടോ? ഇല്ല. അവനെ ഓട്ടോ പിടിക്കുമ്പോൾ ന്യായമായിട്ട് ചോദിക്കണം, ഇത്ര രൂപ, 200 അല്ലെ 150. ഇനി എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഇഷ്ടമുണ്ടേ ചോദിച്ചാൽ മതി. 150 രൂപ. ഇവിടെ വന്നിറങ്ങി അസമയത്ത് ഓട്ടോ പിടിച്ചതാ, ഇവിടെ കൊണ്ട് സുരക്ഷിതമായിട്ട് ഇറക്കി. 150 കൊടുത്തേച്ച് ഉണ്ടെങ്കിൽ ഒരു 10 രൂപയും കൂടെ കൊടുത്തേക്കണം. ആ 10 കൊടുക്കും പറയണം, ഓട്ടോ കൂലിയല്ല ഇത്, രാത്രി ഒരു വെള്ളം കുടിച്ചു.
അല്ലേ നമ്മൾ 160 കൊടുത്താൽ നാളെ ഒരാൾ വരുമ്പം അവൻ പറയും ആ സാർ എനിക്ക് 160 തന്നല്ലോ. അപ്പം അയലത്തുകാരൻ പിന്നെയും നമ്മളെ തെറി. പെരുമാറാൻ പഠിക്കണം. നിങ്ങൾ കുഴപ്പക്കാരാന്നല്ല, ഉദാഹരണം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാ മേഖലയിലും ഞാൻ തിരുവല്ലയിലെ പാർക്കുന്ന സമയത്ത് അന്ന് AM വർഗീസ് പാസ്റ്റർ വീട്ടിലാണ് പാർക്കുന്നത്. ഭൂട്ടാൻ കുഞ്ഞുമോൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർക്കുക. അന്ന് ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഒരു നായരാണ്, എന്നെ വലിയ കാര്യമാണ്. ഒരിക്കൽ ഞങ്ങൾ രാവിലെ വീട്ടിലൊരു പ്രാർത്ഥന. അന്ന് എനിക്ക് തോന്നുന്നു അന്ന് അവിടെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത് TA ജോർജ് അവർകളാണ്, തിരുവല്ല ടൗൺ ചർച്ച് ഓഫ് ഗോഡിൽ. അവരെല്ലാം യോഗത്തിന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചിരി പാല് മേടിക്കണം. ഞാൻ ടൗണിലോട്ട് പാല് മേടിക്കാൻ നമ്മൾ സൂക്ഷ ഇവനെ കണ്ടു. അവൻ രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിയതാ, മെഡിക്കൽ റെപ്പാണ്. അപ്പം അതിനനുസരിച്ച് പോയാൽ മതി. രാവിലെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നല്ല ഭക്തനാണ്. കഴിഞ്ഞ വെച്ച് വന്നപ്പോൾ ആ വഴി വെച്ച് എന്നെ കണ്ടത്. അപ്പോൾ എന്നോട് ചോദിച്ചു, അനീഷ് അവിടെ? ഞാൻ പറഞ്ഞു വീട്ടിൽ പ്രാർത്ഥനയാണ്. അപ്പോൾ ഇച്ചിരി ഞാൻ അങ്ങോട്ട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് വരുന്നോ? ആ എന്നാൽ വരാമെന്ന് പറഞ്ഞു. എനിക്കും സന്തോഷം. ഞാൻ അവനെ വീട്ടിൽ കൊണ്ടുവന്ന് കസേരയിൽ ഇരുത്തി വെച്ച് ഞാൻ എന്നാ ഇച്ചിരി ചായ അവനും കൂടെ കൊടുക്കാം. വേറെ 1-2 പേരുണ്ട്, കൊടുക്കാം. യോഗം തുടങ്ങിയില്ല, അവർ വരാൻ സമയമായതേ ഉള്ളൂ. ഞാൻ അടുക്കളയിലോട്ട് ചെന്നേ. അന്ന് വിവാഹം കഴിച്ചിട്ടില്ല, വേറെ ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ അവരും വെളിയിലോട്ടൊന്ന് പോയി വരും. അപ്പം അവർ വരുന്നതിന് മുന്നേ അവരെ നോക്കി നിൽക്കേണ്ട ചായ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ഞാൻ അടുക്കളയിലോട്ട് കയറി കവറ് പൊട്ടിച്ച് ചായ ഇട്ടേച്ച് ഓടാനൊക്കത്തില്ലല്ലോ. അപ്പം ചായ ആയിട്ട് വന്നപ്പോൾ അവനില്ല. ഇന്നത്തെ പോലെ മൊബൈൽ സംവിധാനമില്ല. അപ്പം ഞാൻ അവിടെ ഒരു തള്ളയിരുന്നു. ഞാൻ ചോദിച്ചു, അമ്മാമ്മേ പോയി. അപ്പം കൂടെ ഇരുന്ന സഹോദരി പിന്നെ പറഞ്ഞു, ഇവനങ്ങോട്ട് വന്നിരുന്നുടനെ ഈ തള്ള ചോദിക്കുക, നെറ്റിയൽ എന്നായിരിക്കുന്നെന്ന്. ഇവർക്ക് അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അല്ല, നിങ്ങൾ ന്യായം പറഞ്ഞാൽ മതി. പുറത്തുള്ളവരുടെ പെരുമാറാൻ അറിയത്തില്ലെന്ന്. അവൻ വന്നിരുന്ന ഉടനെ അതാണോ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു നെറ്റിയ ചാണകം. ഇവർക്കിത് അറിയാൻ മേലേ? വിവരദോഷികൾ ഒത്തിരിയുണ്ട്. അങ്ങനെ ഒരു സഹോദരൻ വന്നിരിക്കും, അതാണോ ചോദ്യം? അല്ല, എവിടാ വീട്? ഇന്നടത്ത്. മോൻ്റെ പേരെന്താ? അനീഷുമായിട്ട് കൂട്ടല്ലയോ? ആട്ടെ, ഇവിടെ പ്രാർത്ഥന വളരെ സന്തോഷം വന്നെന്ന് കേട്ടോ. കഴിഞ്ഞേച്ചേ പോകാവൂ കേട്ടോ. പ്രാർത്ഥിക്കാം. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇതൊക്കെ അല്ലേ അതിൻ്റെ മര്യാദ? അതാ മര്യാദ. അവൻ പറയാം അപ്പനുണ്ട് അമ്മയുണ്ട്. പ്രായമുണ്ടോ? മോനെന്തുവാ ജോലി? ആട്ടെ ഇരിക്കെ, എല്ലാം വന്നിട്ട് സന്തോഷം കേട്ടോ. എനിക്കും ഇതുപോലൊരു മോനുണ്ട് ഈ പ്രായത്തിൽ. അവനിപ്പം ദൈവകൃപയല്ല, അവൻ ഇച്ചിരി ഉഴപ്പൊക്കെയായിരുന്നു. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞേ. പക്ഷെ അവന് യേശുവിനെ അറിഞ്ഞു കേട്ടോ. അവൻ്റെ ആ ദുസ്വഭാവങ്ങളെല്ലാം മാറി. ഇപ്പം അവന് നല്ല ഭാവിയായി. മോന് യേശുവിനെ അറിയണം കേട്ടോ. ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇത്രയും പറഞ്ഞാൽ മതി. അവൻ വന്നിരുന്നുണ്ടെങ്കിൽ ഈ വെടല തള്ള. പിന്നെ അല്ല, ഇതിനൊക്കെ എന്നാ പറയാനാ? വേറും വെടല. അവനോട് ചോദിക്കാം നെറ്റിയാൽ എന്നാ ഇരിക്കുന്നെന്ന്. അവൻ തീരുമാനിച്ചു നെറ്റിയാലിരിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. അവൻ വീട്ടിൽ പോയി. പുറത്തുള്ളവരോട് നന്നായിട്ട് പെരുമാറണം എന്നാ ഇത് പഠിക്കുന്നേ. സ്തോത്രം. ഞാൻ ഒരാളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, എന്നെയും കൂടെ പ്രതിയാക്കിയായി പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. അതെ, ആ ഭാഗം ഒന്നും അധികം ഞാൻ വിവരിക്കുന്നില്ല. 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചോ മോളെ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, എപ്പോഴും നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയില്ല, എപ്പോഴും അവസരം ലഭിച്ചെന്ന് വരികയില്ല, എപ്പോഴും നമുക്ക് സാവകാശം ലഭിച്ചെന്ന് വരികയില്ല. കിട്ടുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. ഞാൻ പറയാനുണ്ട്, ആരാധിക്കാൻ അവസരം കിട്ടും, നൃത്തം ചെയ്ത് ആരാധിക്കണം. കൈയടിക്കാൻ ആക്കോ അവസരം കിട്ടുമ്പോൾ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിക്കുവാൻ നിനക്ക് ആക്കമുള്ളപ്പോൾ ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ എന്റെ ശബ്ദമുയർത്തി എന്റെ ദൈവത്തോട്.
ഹല്ലേലൂയ. ശരീരത്തിന് ആരോഗ്യം ബലമുള്ളപ്പം നടന്നു വരാൻ സാവകാശമുള്ളപ്പം നടന്നു വന്ന് യോഗത്തിന് കൂടണം. മുമ്പേ ഓർപ്പിച്ചല്ലോ, കണ്ണിന് കാഴ്ചയുള്ളപ്പം വേറെ പുസ്തകം വായിച്ച് വചനത്തിൽ തിട്ടമുള്ളവരായിരിക്കണം. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുവാൻ അവസരം കിട്ടുമ്പോൾ ഉഴപ്പരുത്, നീ വേലയ്ക്ക് കൊടുക്കണം. ഒരാളോട് സുവിശേഷം പറയുവാൻ അവസരം കിട്ടിയാൽ പരിജ്ഞാനത്തോടെ സുവിശേഷം അറിയിക്കണം. നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. ലഭിക്കുന്ന ഓരോ സമയവും നിമിഷവും തക്കത്തിൽ ഉപയോഗിക്കണം. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നത് നിനക്കുള്ളതല്ല. കാലമേറെ ചൊല്ലുവാനില്ല, നാളെ എന്നതു നിനക്കുള്ളതല്ല. കാലത്തികവിൽ കാന്തൻ വന്നിടും കാത്തിരിക്കമിജൂലേമിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ലഭിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം നന്നായിട്ട് ഉപയോഗിച്ചോണം. ദൈവത്തിന് മഹത്വം. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്ന് സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒന്ന് രണ്ട് സംഭവം. നിശ്ചയിക്കപ്പെട്ട സമയപരിധികൾ നമുക്ക് അറിവുള്ള ഭാഗം വായിച്ചേ. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. സമയം തക്കത്തിൽ ഉപയോഗിച്ച ചില സംഭവങ്ങൾ, ചില വ്യക്തികൾ. വായിച്ചേ 32-ന്റെ-26. മോശെ പാളയത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. കണ്ടോ? യഹോവയുടെ പക്ഷത്തുള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അടുത്തത് എന്നാറേ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നു എന്ന് പറഞ്ഞാൽ ലേവ്യര് മുഴുവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവമക്കൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇതിന്റെ പശ്ചാത്തല ഭാഗമെല്ലാം നിങ്ങൾക്ക് അറിയാധികം വിസ്തരിച്ചു പോകുന്നില്ല. മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിൽ പോയി. മോശയെ കാണുന്നില്ല. ജനമെല്ലാം കൂടെ അഹരോനോട് മറുതലിച്ച് പറഞ്ഞു, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി തരണം. അഹരോൻ പറഞ്ഞു, ഞാനിപ്പോൾ ഇവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാനാ. ഉടനെ അഹരോൻ പോംവഴി കണ്ടെത്തി കുണുക്കുമെല്ലാം പറിച്ചു തരാൻ പറഞ്ഞു. പെട്ടെന്ന് പെണ്ണുങ്ങൾ കുണുക്കുമെല്ലാം കൂടെ പറിച്ചു കൊടുത്തു. അഹരോൻ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് അതിൻ്റെ ക്രമപ്പെടുത്തി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി. അഹരോൻ അതവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ലക്ഷണമൊത്തൊരു കാളക്കുട്ടി. ഈ കാളക്കുട്ടിയെ ഉണ്ടാക്കി നിർത്തി കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഇവർ പറയുക, ഇസ്രായേല്, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം. അവിടെ വായിക്കുന്നത്, അതിൻ്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു, ഭക്ഷിപ്പാനും കുടിപ്പാനും വരുന്ന കളിപ്പാൻ എഴുന്നേറ്റെന്ന. വായിച്ച് 1 മുതലുള്ള വാക്യം. എന്നാൽ മോശെ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട്, നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരാൻ. അടുത്ത ഓടിച്ചു വായിക്കാം. ഞങ്ങളെ മിസ്രയീം ദേശത്ത് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്കെല്ലാം കൂടെ പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു. ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, ഇത് നിന്നെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു. അടുത്തത് അഹരോൻ അത് കണ്ടാറ്. ജനമെല്ലാം കൂടെ ഇളകുന്ന കണ്ടപ്പം അഹരോൻ ഇളകി. അങ്ങനെയാണല്ലോ ഇളക്കം നടക്കുന്ന എല്ലായിടത്തും. പ്രമാണം ഒന്നും നോക്കിയല്ല ഇളകുന്നത്. വചനത്തിലുണ്ടോ, പ്രമാണമുണ്ടോ, ഉപദേശമുണ്ടോ എന്നല്ല. കാളെ കണ്ടപ്പം ജനം ഇളകുന്ന കണ്ടപ്പം അഹരോൻ ഇളകി.
ഇത് പ്രമാണമാണോ വ്യവസ്ഥയാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ മിക്കടത്തെ ഇളക്കം അങ്ങനെ. കാളയെ കണ്ടപ്പം വലിയ ലൈറ്റും സ്റ്റേജും ഇണക്കും, പിന്നെ ഈ വല്ലാത്ത ലൈറ്റൊക്കെ ഉണ്ടല്ലോ, ഈ കറങ്ങി അടിക്കുന്നതും. കൺവെൻഷൻ സുവിശേഷ യോഗം തന്നെയാണോ എന്ന് നമുക്ക്, അതെ, സൈക്കിളഞ്ഞമാണോ സുവിശേഷ യോഗമാണോ നമുക്ക് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതെല്ലാം കാണുമ്പോൾ ചിലരങ്ങ് ഇളകും. ആളും വണ്ടിയും ബഹളവും മേളവും ലൈറ്റും സിസ്റ്റവും ഭയങ്കരം പാട്ടുകാരും സ്വാഭാവികമാണ്, ഇളകും. അപ്പം ഈ കാളെ കണ്ട് ജനമിളകി. ജനമിളകുന്ന കണ്ടപ്പം അഹരോൻ ഇളകി. അഹരോൻ ഇളകിയ ഉടനെ പ്രമാണം തെറ്റിച്ചു. ഇളക്കം നല്ലതാ, പ്രമാണം തെറ്റിക്കരുത്. പ്രമാണം തെറ്റിയത് അവിടെ വായിക്കുന്നത് അഹരോൻ അത് കണ്ടാറ് അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു എന്ന് പറഞ്ഞ കാളയുടെ മുന്നിൽ യാഗപീഠം പണിതു. അതാ തെറ്റിയത്. നിങ്ങൾ ആ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത് നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അബ്രഹാം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. അഹരോനോ കാളയ്ക്കൊരു യാഗപീഠം പണിതു. ഈ ഇളക്കവും ബഹളവും ഒക്കെ കാണുമ്പം പ്രമാണം തെറ്റരുത്. ഈ തരംതിരിച്ച് പറയല്ല, തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആരംഭ കാലയളവിലെ കർത്താവിൽ മൺമറഞ്ഞ അനേക ദൈവദാസന്മാരുണ്ട്. അവർ എത്ര ഇളക്കവും ബഹളം നടന്നാലും വചനം വിട്ട് എന്തെങ്കിലും വന്നാൽ അന്നേരം ശാസിക്കും, അന്നേരം പറഞ്ഞ് നിയന്ത്രിക്കും. ഇപ്പം നമ്മുടെ നേതൃത്വത്തിൽ ഉള്ള മിക്കവരും അങ്ങനെയുള്ള കർക്കശമായ ശാസനയൊന്നും, ഇത് പാടില്ലെന്നും ഇത് യോഗ്യമല്ലെന്നും ഇത് ശരിയല്ലെന്നൊന്നും മിണ്ടുകയില്ല. ഇല്ല. ഉദാഹരണത്തിന് ഒരു കാര്യം പറയാം, ഒത്തിരി ഉണ്ട്, ഒന്ന് പറയാം. എന്തിനാ ഒത്തിരി പറയാന്നെ? ഇപ്പോൾ ഈ വിവാഹ ശുശ്രൂഷയിലൊക്കെ പോയാൽ വിവാഹ ശുശ്രൂഷയുടെ സിംഹഭാഗ സമയവും പാട്ടുകാർക്കാ കൊടുക്കുന്നത്. അതെ, അവർക്കാ കൂടുതലും. വചന ശുശ്രൂഷയ്ക്ക് അങ്ങനെ അധികം സമയം ഇല്ല. അവരാ കൂടുതലും കൈയടക്കുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, എങ്കിലും മിക്കയിടത്തും. അതെ, നിങ്ങൾ എന്നെ നോക്കുവൊന്നും വേണ്ട, ഇന്നാളും എന്നെ കണ്ടതാണല്ലോ. കൂടുതലും ദൈവവചനം പറയാനും ഉപദേശം കൊടുക്കാനും അധികം സമയം ഇല്ല. ഞാൻ അടുത്ത കാലത്ത് ഒരു വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിച്ചു. അതൊക്കെ വലിയ വിവാദമായി, മൊത്തം വിവാദമാണല്ലോ. പാട്ട് പാടുന്ന മകള് തലയെ മൂടുപടം ഇടുന്നില്ല. ഇടുന്നില്ല, ഭയങ്കര പാട്ടാ, ഇടുന്നില്ല. അപ്പം എൻ്റെ അടുത്തിരുന്ന ആൾ പറഞ്ഞു ഇന്നയാടെ കൊച്ചുമോളാണ്. ഞാൻ പിന്നെ എഴുന്നേറ്റപ്പം കാര്യം പറഞ്ഞു കൊടുത്തു. പിണക്കം ഉണ്ടായിട്ടില്ല, കാര്യം പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ കൊച്ചു വന്നപ്പം മുതൽ പാട്ട് പാടുക. ആ സ്റ്റേജിലിരിക്കുന്ന മിടുക്കന്മാരൊത്തിരി ഉണ്ട്, താഴെ മേളിലുമൊക്കെ ഇരിക്കുക. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? വഴക്ക് പറയണ്ട, കണ്ടമാനം ശാസിക്കണ്ട, സ്നേഹത്തിൽ നിന്ന് പറഞ്ഞു കൊടുക്കരുതോ? വേണ്ടേ? അവരും ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരിക്കുക. അല്ല, ചിലർക്ക് പറയാൻ അറിയാമെങ്കിലും അവരും പേടിച്ചിരിക്കുക. നാളെ പിന്നെ പ്രശ്നമാണ്. ശാസിക്കേണ്ട കാര്യം ശാസിക്കണം, പറഞ്ഞു നിർത്തേണ്ട കാര്യം പറഞ്ഞു നിർത്തണം. നമ്മുടെയൊക്കെ സഭകളിൽ വന്നിരിക്കുന്ന കുഴപ്പം, പാവത്തങ്ങളായ ആൾക്കാർ തന്നാൽ അന്നേരം നമ്മളെല്ലാം അടിയന്തര കമ്മിറ്റി കൂടി അവനെ കുഴച്ച് കയ്യിലെടുക്കും. ഇച്ചിരി പിടിപ്പുള്ളവനാണെങ്കിൽ അത് നമ്മുടെ അച്ചായനില്ലയോ, പിന്നെ വേവിച്ചായൻ, പിന്നെ വേവിച്ചായൻ. മനസ്സിലാകുന്നുണ്ടോവല്ലോ? മിക്കടത്തും ഇതൊക്കെ തന്നെ. അഹരോൻ ചെയ്തത് തെറ്റാ, കാളയ്ക്ക് യാഗപീഠം പണിതു. അഹരോൻ അത് കണ്ടറിയാം, അതിന്റെ മുമ്പിൽ ഒരു യാഗപീഠം പണിതു. അടുത്തറ നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ബുദ്ധി കണ്ടോ?
പൊതുവിൽ വിളിച്ച് പറഞ്ഞത് യഹോവയ്ക്ക് ഉത്സവം. അകത്ത് ഉണ്ടാക്കി വെച്ച എന്നതാ കാളക്കുട്ടി. അകത്തിരിക്കുന്നതും യാഗപീഠവും കാളക്കുട്ടിക്ക്. മൈക്കിൽ കൂടെ വിളിച്ച് പറയുന്നത് യഹോവയ്ക്ക് ഉത്സവം. അപ്പം ആൾക്കാർ എന്തോ കേട്ടാ ഇങ്ങോട്ട് വരുന്നേ? യഹോവയ്ക്ക് ഉത്സവം. യഹോവയ്ക്ക് ഉത്സവമായി യഹോവയുടെ ഉത്സവമാണെന്നും പറഞ്ഞാൽ വരുന്നത്. അകത്ത് വന്നപ്പോൾ കണ്ടതാ എന്നതാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. മിക്കയിടത്തും മിക്കവർക്കും ഇതൊക്കെ തന്നെ. യഹോവയ്ക്കാന്നും പറഞ്ഞാൽ വന്നു കഴിഞ്ഞപ്പോഴാ നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കാളക്കുട്ടിയെ ഉണ്ടാക്കി നൃത്തം ചെയ്തു. അടുത്തത് ജനം ഭക്ഷിപ്പാനും, വായിച്ച മോളെ, ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ വഴി വിട്ട് ക്രമം കെട്ട്. അതുകൊണ്ട് ആ മോശി ഇറങ്ങി വന്ന അഹരോനോട് ചോദിച്ചു, ജനത്തെ കെട്ടടിച്ചത് എന്തിനാണ്? അപ്പൊ കെട്ടടിച്ചു വിട്ട് ക്രമം കെട്ട് ഇത് മുഴുവൻ കുഴഞ്ഞു. ഞാനധികം വിവരിക്കുന്നില്ല. മോശി അതുകൊണ്ട് ഇറങ്ങി വന്ന് വെച്ചതില്ല. കാളയും തുള്ളലും ബഹളവും ആളും ഓളവും ഇളക്കവും ഇതെല്ലാം കൂടെ കണ്ട് മോശി ആകെ മനോവേദന എടുത്തേച്ച് മോശി ചോദിക്കുക, യഹോവയുടെ പക്ഷത്ത് നിൽക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ എൻ്റെ അടുക്ക വരട്ടെ. അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞാൻ യഹോവയുടെ പക്ഷത്ത് നിൽക്കുക. ആമൻ. ആളല്ല എൻ്റെ വിഷയം, ഓളമല്ല വിഷയം, ആമൻ. സമൂഹമല്ല എൻ്റെ വിഷയം. ലക്ഷക്കണക്കിന് ജനം കാളയുടെ പുറകെ നിൽക്കുക. മോശ കൊടുത്ത മാത്രം മാറി നിയോഗിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ട് എൻ്റെ അടുക്ക വരാൻ. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, ആളല്ല നമ്മുടെ വിഷയം, ഓളമല്ല വിഷയം, ആമൻ. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൂടുന്നതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം പ്രമാണം കാത്തു നിൽക്കുന്ന എത്ര ഉണ്ടെന്നാ. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ പക്ഷത്ത് ആരേലും ഉണ്ട്, എൻ്റെ അടുക്ക വരണം. ഈ ചോദ്യം അങ്ങോട്ട് ഉരുവിട്ടപ്പോൾ എന്നാറേ ലേവ്യരെല്ലാവരും കൂടെ എൻ്റെ അടുക്കൽ വന്നുകൂടി. ലേവ്യരെല്ലാവരും കൂടെ വായിച്ചേ. എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി. ഇപ്പം 2 പ്രാവശ്യം തെറ്റിച്ചു. കുഴപ്പമില്ല, എന്നാലും വായിച്ചു തരുന്നല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്നാറേ ലേവ്യരെല്ലാം കൂടെ അവന്റെ അടുക്ക വന്നു. നമ്മൾ കുറുവാക്യം വായിച്ചത് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. മോശ ചോദിച്ചു, യഹോവയുടെ പക്ഷത്ത് ആരേലും ഉണ്ടോ? ലേവ്യര് മുഴുവൻ ചാടി കയറി എന്ന് പറഞ്ഞാൽ ലേവ്യര് കണ്ണ് കാണിച്ചു, നല്ല അവസരം ദൈവം തരിക കയറിക്കോളാൻ. വീണ് കെട്ടി അസുലഭ നിമിഷമായി ചാടി കയറാൻ പറഞ്ഞു. അതിന് കാരണം കൂടെ പറയാൻ നിങ്ങൾക്കറിയാം. ഈ ലേവിയെ പണ്ട് അപ്പൻ പ്രാഗിയതാ, അറം പറ്റുന്ന പ്രാഗിയത്. വായിച്ച 49:5 ഉൽപ്പത്തി. ഇതെല്ലാം നമുക്ക് അറിവുള്ള വിഷയമായി, എന്നാലും വായിച്ചോ. 49:5. ശിമെയോനും ലേവിയും സഹോദരന്മാർ അവരുടെ വാളുകൾ സാഹസത്തിന്റെ ആയുധങ്ങൾ. പിന്നെ എന്നുള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുത്, എൻ മനമേ അവരുടെ യോഗത്തിന് ചേരരുതേ. അപ്പൊ ശ്രദ്ധിക്കുക, ശിമെയോനും ലേവിയെയും അപ്പൻ ശപിച്ചു പ്രാഗി. ഇവരുടെ യോഗത്തിന് പോകരുത്, നമ്മുടെ യോഗത്തിന് ഇവരെ വിളിക്കരുത്. ലേവിയുടെ യോഗത്തെ പ്രാഗി. എൻ്റെ ഭാഷയും കൂടെ ചേർത്ത് പറഞ്ഞാൽ പിന്നീടുള്ള കാലം ലേവി യോഗം വെച്ചാൽ ഇവരാരും പോകുകയല്ല, അവരുടെ യോഗത്തിന് ലേവിയെ വിളിക്കത്തുമില്ല, കായ്ക്ക് തൊടിയിക്കുന്നില്ല ലേവിയെ. കാരണം അപ്പം ചാകുന്നതിന് മുന്നേ പ്രാഗിയതാ. ഇവൻ്റെ യോഗത്തിനൊന്നും പോകരുത്, നമ്മുടെ യോഗത്തിനൊന്നും ഇവനെയും വിളിക്കുകയും ചെയ്യരുത്. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേവിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കുന്നില്ല. സഭ കൂടുമ്പോഴേ എൻ്റെ ഒരു ആശയം പറയുകയാണ്, ഈ സഭ ഗോത്രങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ലേവിക്ക് പ്രാർത്ഥിക്കാൻ പോലും അവസരം കൊടുക്കുകയില്ല. ഒന്ന് പാടാനോ പ്രാർത്ഥിക്കാനോ ശുശ്രൂഷിക്കാൻ പോലും അവസരം കൊടുക്കുകയില്ല. പക്ഷെ ലേവി എതിർത്തുമില്ല, ഉടക്കിയില്ല. നമുക്കങ്ങനെ അവസരം കിട്ടിയില്ലേ നമ്മൾ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കും, ഇല്ലേ? പ്രശ്നം ഉണ്ടാക്കും, ഭയങ്കര ഭൂകമ്പം ഉണ്ടാക്കി കളയും. സ്തോത്രം. ലേവി എതിർത്തില്ല, ഉടക്കിയില്ല. യാക്കോബിനെ പറ്റി, സഹോദരന്മാരെ പറ്റി പള്ളും പറഞ്ഞില്ല. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ലേവി ദൈവസന്നിധിക്ക് മുഴങ്കാലം അടക്കി. ലേവി ഇരുന്നു. ലേവി പറഞ്ഞു ഈ പ്രാകാനും ശപിക്കാനും കാരണം ശേഖേം പൗരന്മാരെ വെട്ടിക്കൊന്നതാ.
അപ്പൻ്റെ അനുവാദമില്ലാതെ അപ്പൻ ഇവരുമായിട്ട് ഉടമ്പടി ചെയ്തു. അപ്പൻ്റെ ഉടമ്പടിയും അനുവാദവും എല്ലാം ലംഘിച്ച് അപ്പൻ്റെ ആജ്ഞ ചോദിക്കാതെ, അപ്പൻ്റെ ആലോചന ചോദിക്കാതെ, അപ്പനോട് അനുവാദം വാങ്ങാതെ ലേവിയും ശിമിയോനും എൻ്റെ ഭാഷയെ പറഞ്ഞ വാളെടുത്ത് വേദനപ്പെട്ടിരുന്ന ശേഖംപുരന്മാരെ വെട്ടിക്കൊന്നു. അതുകൊണ്ടാണ് യാക്കോബ് ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഉൽപ്പത്തി പുസ്തകം 34:30 പറഞ്ഞു, നിങ്ങൾ രണ്ടും ഈ ദേശത്ത് തന്നെ നാറ്റിച്ചു. അപ്പനെ നാറ്റിച്ചവനാ ലേവി. അതുകൊണ്ട് ആ മരിക്കുന്നതിന് മുന്നേ ലേവിയെ പ്രാഗി. ആ പ്രാഗ് അങ്ങ് ഫലിച്ചു. ആമേ ലേവിയെ ആർക്കും വലിയ താല്പര്യമില്ല. പക്ഷെ ലേവി ഉടക്കിയില്ല, പ്രശ്നമുണ്ടാക്കിയില്ല, അപ്പനെതിരെ എഴുതിയില്ല. നമ്മളായിരുന്നു അപ്പനെതിരെ ഉള്ള ഫേസ്ബുക്ക്, പിന്നെ വാട്സപ്പ്, പിന്നെ ഒത്തിരി ഉണ്ടല്ലോ. അതിനകത്തല്ല കാര്യമൊക്കെ എൻ്റെ ഫാദറാ, എന്നാലും അയാളത്ര ശരിയല്ല, അയാൾക്ക് 3-4 ഭാര്യമാരുണ്ട്, അയാൾ ഞങ്ങളുടെ അമ്മയെ കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ചരിത്രമൊന്നും ഞാൻ അങ്ങനെയൊക്കെ പറയും. സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും കാര്യം സ്തോത്രം. അയാളവിടെ പമ്മി നിന്നേച്ച് സ്തോത്രം. കൊച്ചമ്മേനെയാണ് ഉന്നം വെച്ചത്. പക്ഷേ എൻ്റെ അമ്മേനെ ആദ്യം ലേവിയുടെ അമ്മ ലേ അല്ലേ, റൈച്ചിലെ കൊച്ചമ്മേനെയാണ് ഉന്നം വെച്ചത്. പക്ഷേ കിട്ടിയത് എൻ്റെ അമ്മയോട് വലിയ താല്പര്യമില്ലായിരുന്ന, പിന്നെന്തെല്ലാം നാറ്റിക്കും ലേവി യാക്കോബിനെ, എല്ലാവരെയും നാറ്റിക്കും. പക്ഷെ ലേവി ഇതിനൊന്നും മുതിർന്നില്ല. എൻ്റെ ഭാഷ പറഞ്ഞാൽ ലേവി ദൈവസന്നിധിയിലിരുന്നു. ദൈവത്തോട് പറഞ്ഞ്, കർത്താവെ തെറ്റിപ്പോയി, ഞാൻ വടിവാളെടുത്ത് സാഹസം കാണിച്ചു, ക്ഷിപ്രകോപിയായി ശേഖംപുരന്മാരെ വെട്ടിക്കൊന്നു, അത് തെറ്റാ, ഞാൻ പശ്ചാത്തപിക്കുന്നു, ഞാൻ അനുദപിക്കുന്നു, എനിക്ക് ഭോഷത്വം പറ്റി, അപാകതയുണ്ട്, പോരായ്മയുണ്ട്, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് ലേവി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു, കർത്താവേ എനിക്കൊരവസരം തരണം, ഇതിനകത്ത് കയറുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, ഇതിനകത്ത് തിരികെ കയറുവാൻ നീ എനിക്കൊരു അവസരം തരണം, എനിക്കൊരു സമയം തരണം. ഇവൻ ഇങ്ങനെ ദൈവസന്നിധിയിൽ ജാഗരിച്ച് പ്രാർത്ഥിക്കുക. ദൈവം ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ. കുറുവാക്യം മടക്കരുത്, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി ഇങ്ങനെ ജാഗരിച്ചിരിക്കുക, ദൈവം എനിക്ക് അവസരം തരണം. വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇതാ മോശ പാളയത്തിന്റെ വാരൊക്കെ വന്ന് ചോദിക്കുക, യഹോവയുടെ പക്ഷത്താരേലും ഉണ്ടെങ്കിൽ എന്റെ അടുക്ക വരണം. നാളുകളായി ജാഗരിച്ച് പ്രാർത്ഥിക്കുന്ന ലേവിക്ക് മനസ്സിലായി, ദൈവം അവസരം തരിക, ദൈവം സമയമൊരുക്കി തരിക. എൻ്റെ ഭാഷ പറഞ്ഞ ലേവി കണ്ണ് കാണിച്ച് ചാറി അകത്ത് കയറാൻ. ലേവി ഗോത്രക്കാർ മുഴുവൻ മോശയുടെ അടുത്ത് വന്നു. ഉടനെ മോശ പറയുക, അടുത്ത വാക്യം വായിച്ചേ മോളെ. മോശയോട് ലേവ്യരെല്ലാരും കൂടെ മോശയുടെ അടുക്കൽ വന്നുകൂടി. അടുത്ത വാക്യമായി അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താന്റെ വാൾ അരക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്റെ സഹോദരനെ ഓടിച്ചു വായിക്കേ, താന്റെ സ്നേഹിതനെയും താന്റെ കൂട്ടുകാരനെയും കൊന്നുകളവീൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവാലോചന പറഞ്ഞതാ. കാളയുടെ പുറകെ പോയവനും കാളെ കണ്ട് തുള്ളിയവനും കാളെ കണ്ട് ഇളകിയവനും കാളയ്ക്ക് അവന് ആരാധന അർപ്പിച്ചവന് എല്ലാം വാളെടുത്ത് വെട്ടണം. കരുണ തോന്നരുത്. ദൈവം നിങ്ങൾക്ക് അവസരം തരിക, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവി ഈ പ്രമാണം അനുസരിച്ചു. ഇവന്മാർ വർഷങ്ങളായിട്ട് യോഗത്തിന് വിളിക്കാതെ എടുക്കാതെ ഇരിക്കുന്നതിൻ്റെ അസ്വസ്ഥത ഉണ്ട്. 2 നാളുകളായിട്ട് പ്രാർത്ഥിക്കുക, ശുശ്രൂഷയ്ക്ക് ഒരു അവസരം തരാൻ. അന്നേരം പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും പറയും, മറ്റുള്ള എപ്പോഴും ചിലപ്പോൾ അവസരം കിട്ടില്ല, കിട്ടുന്ന അവസരം ഉപയോഗിച്ചോണം. ഉഴപ്പരുതെന്നാലും ചിലപ്പോൾ പാട്ട് പാടാൻ എല്ലാവർക്കും അവസരം കിട്ടിയെന്ന് വരികയല്ല. കിട്ടുന്ന അവസരം ഒരു പാട്ട് പാടണം, നന്നായിട്ട് പാടണം, അന്നേരം ഉഴപ്പരുത്. എപ്പോഴും പ്രസംഗിക്കാൻ ചിലപ്പോൾ അവസരം കിട്ടിയെന്ന് വരികയല്ല. ദൈവനാസം പറയുക, ഒരു 10 മിനിറ്റ് സംസാരിച്ചാണ്, 10 മിനിറ്റ് അങ്ങ് സംസാരിക്കണം, അന്നേരം ഉഴപ്പരുത്. ഞങ്ങളുടെ ഇവിടുത്തെ തള്ളപ്പറമ്പിൽ അന്തും മിന്തു വന്നാലും പറയരുത്. സ്തോത്രം. ശുശ്രൂഷയിൽ എങ്ങനെയാ വളരുന്നത്? 10 മിനിറ്റ് ഒരാളൊരു മെസ്സേജ് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ, അവർക്ക് ചൈതന്യം വരുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ അവിടെ വന്ന് ഒരു 25 മിനിറ്റ് ശുശ്രൂഷിക്കണം. ആ സമയവും തക്കത്തിൽ ഉപയോഗിച്ച് ശുശ്രൂഷിക്കുമ്പോൾ അത് അനുഭവിക്കുന്നവർ പറയും, ഞങ്ങളുടെ അവിടെ വന്ന് ഒരു അരമണിക്കൂർ. അങ്ങനെ ആ ശുശ്രൂഷ വർദ്ധിക്കുന്നത്. കിട്ടിയ 10 കുഴകിയാന്നല്ലോ. സഭക്കാർ പറയും, ദൈവത്തെ ഓർത്ത മെനക്കേടിന് ഇനി കൊടുക്കരുതെന്ന് പറയും. മനുഷ്യനെ
ആൾക്കാർ പറയും ദൈവത്തെ ഓർത്ത് മെനകേടിനൊന്നും എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്തോത്രം. നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ എല്ലാവർക്കും ചിലപ്പോൾ പ്രസംഗിപ്പാൻ കഴിവില്ല, എല്ലാവർക്കും പാട്ട് പാടാൻ കഴിവില്ല, പക്ഷെ വേറെ കഴിവ് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ വരങ്ങളും കൃപകളും ഉള്ളവരാ. അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ വർദ്ധിച്ചു വരണം. എല്ലാവർക്കും കൂടെ ചിലപ്പോൾ എല്ലാ കഴിവും കിട്ടിയെന്ന് മോക്ക് വാക്യം വായിക്കാനുള്ള കൃപയുണ്ട്, ഒരാൾക്ക് പാട്ട് പാടാനാ. അപ്പോൾ സഭയാണെങ്കിലും അത് കണ്ട് മനസ്സിലാക്കി അവരെ വളർത്തണം. ചില സഭകളിലുണ്ട്, ഞാൻ ഇന്നാളും പറഞ്ഞതാണ്, മിക്കയിടത്തും പറയും, ചില സഭകളിൽ പാട്ട് പാടാൻ ചിലപ്പോൾ പാസ്റ്ററുടെ ഭാര്യയ്ക്ക് കൃപയും ട്യൂണും ഇല്ല, എന്നാലും മൈക്ക് പാട്ട് കുത്തിയിരിക്കുക കുളക്കോടി ഇരിക്കും പോലെ. ആ മൈക്ക് ഒരു പാട്ട്, എന്നാൽ ആ സഭയെ പാട്ട് പാടാൻ നല്ല തന്മയത്വവും കഴിവും ട്യൂണും സ്വരവും ഉള്ള സഹോദരിമാർ ഉണ്ട്. ഇത്തള്ള കൊടുക്കുകയല്ല. പേരും സ്ഥലമൊന്നും ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം ഒരാളെ, ഒന്നല്ല പലതിനെ അറിയാം. പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കും അറിയാം, അതുകൊണ്ട് വരുന്ന ആലോചന ഉണ്ടാക്കുന്നില്ല. പുള്ളി പാസ്റ്ററാ, വലിയ പാസ്റ്ററാ. തള്ള ഇങ്ങനെ ഫ്രണ്ട് ഇരിക്കുക, ഒരു കൊച്ചുമൈക്കും വെച്ചോണ്ട്. ഇടത്ത് വശത്തും വലത് വശത്തും ഒരു 5-8 പാട്ടുപുസ്തകമുണ്ട്. ചുമ്മാ കാളെ അമറും പോലെ ആണെന്ന്. ആ സഭയിൽ നന്നായിട്ട് പാടുന്ന വേറെ സഹോദരിമാരുണ്ട്. അന്ന് അവരുടെ ഇലോട്ട് ആ മൈക്ക് കൊടുക്കുകയല്ലേ അതിൻ്റെ. ഇങ്ങേരെന്നാ പറയണ്ടേ, മോളി നീ പാടണ്ട അങ്ങോട്ട്. മോളി എന്നല്ല, ഞാൻ പേര് മാറ്റി പറഞ്ഞതാ. നിങ്ങളപ്പോൾ ചിന്തിക്കാം മോളിയാ കേട്ടോ, ഞാൻ മോളിയൊന്നുമല്ല. കൊടുക്കണ്ടേ? അല്ല, പുള്ളി അത് കൊടുത്താൽ അവർ അയാളെ എടുത്ത് ഇണ്ടനടിക്കും രാത്രി, അയാളെ ഭിത്തിയിലൊട്ടിക്കും തള്ള. അയാളും പേടിച്ച് അയാളും ജീവിക്കണ്ടേ? ആ ഇപ്പൊ ഉദാഹരണമാകട്ടെ, ഉടക്കല്ല. സഭയിൽ നന്നായിട്ട് ഈ എന്തുവാ കീബോർഡ് ഇത് കൈകാര്യം ചെയ്യുന്ന സഹോദരന്മാർ കാണും, അതവർക്ക് കൊടുക്കണം. ഇപ്പൊ എൻ്റെ കാര്യം പറയാം, ഞങ്ങളുടെ ജോഷുവായിക്ക് ഇത് അറിയത്തില്ലെങ്കിലും ഞാൻ പിടിച്ചു നിർത്തിയാലോ ആരാധന അലക്ഷ്യമാകുകയല്ലേ. ഇവൻ നിന്ന് കിണീന്ന് വെക്കും, അന്തരീക്ഷം കെടുകല്ലേ. പറ, മിണ്ടുകയല്ല. അത് കഴിവുള്ള പഠിച്ച് ചിട്ടയായിട്ട് പഠിച്ച് തന്മയത്തമായി ചെയ്യുന്നവരുണ്ട്, അവരെ അത് ഏൽപ്പിക്കണം. അതാ എൻ്റെ മര്യാദ. അതാ ഇതൊന്നും പറഞ്ഞ ആർക്കും ഇഷ്ടമല്ലെന്ന്. സ്തോത്രം. പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ കൃപയും തന്മയത്വവും പക്വതയും പരിജ്ഞാനവും അവർക്കത് കൊടുക്കണം. ഇത് അറിയാൻ മേലാത്ത പുള്ളിക്ക് കൊടുത്താലോ, കാശുണ്ട് ആശീർവാദം പറയാൻ. പണ്ടൊരാൾ പറഞ്ഞ ആശീർവാദം പറ, പുള്ളി പറഞ്ഞ ആശീർവാദം ചൊവ്വിനെ പറയാൻ, ചൊവ്വിന് ആശീർവാദം എങ്ങനുണ്ട്? അതല്ല അതിൻ്റെ മര്യാദ. അപ്പൊ ഓരോരുത്തരും ദൈവം ഓരോ കാര്യം. ഇവിടെ ഇരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം കൃപയുള്ളവരാ. ഒന്നല്ലെങ്കിൽ മറ്റൊരു കൃപ. കസാര എടുത്തിടുന്നത് ഒരു കൃപയാ, വിരിച്ചു കൊടുക്കുന്നത് കൃപയാ, മടക്കി വെക്കുന്നതും കൃപയാ. അതെ 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 ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുമ്പോൾ ഇറ്റി വെള്ളം എടുത്തു, അതൊരു കൃപയാ. വാക്യം വായിക്കുന്നൊരു വലിയ കൃപയാ. 2 ശൈലി പാട്ട് പാടുന്നത് ഒരു കൃപയാ. ഞങ്ങൾ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ സന്ദർഭോചിതമായിട്ട് ആത്മനടത്തിപ്പിൽ ഒരു ഹല്ലേലൂയ പറയുന്നതും ഒരു സ്തോത്രം പറയുന്നതൊക്കെ വലിയ കൃപയാ. അത് ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്കൊരു ബലമാ. പണ്ഡിത ശിരോമണികൾ ആരും മിണ്ടുകയല്ല, അവരിങ്ങനെ ആരെയോ വിഴുങ്ങണ്ടെന്നോർത്ത് അവര് പറ. അപ്പം പാണ്ഡിത്യം ഒന്നും നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ ആ സന്ദർഭത്തിൽ ഒരു ഹല്ലേലൂയ പറയുകയും ഒരു സ്തോത്രം ചെയ്യുന്നത് വലിയ കൃപയാ. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൃപയുള്ളവരാ. സ്തോത്രം. അപ്പോൾ നമ്മളെ ഏൽപ്പിച്ച ടാലന്റ് എന്തെന്ന് മനസ്സിലാക്കി തക്ക സമയത്ത് ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ലേവിയോട് പറഞ്ഞു, യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്ക വരാൻ പറഞ്ഞപ്പോൾ ലേവി ചാടി കയറി വെട്ടാൻ പറഞ്ഞു. ഒരു അറ്റം മുതൽ വെട്ടി. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ. ഞാൻ എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് പറയാം. എൻ്റെ ചെറിയ അനുഭവം, എന്നേക്കാൾ അനുഭവ സമ്പത്തുള്ള ധാരാളം പേര് ഇവിടെ ഉണ്ട്, ഓൺലൈനിൽ ചിലപ്പോൾ കേൾക്കുന്നുമുണ്ട്. ഒരു കാര്യം ദൈവകൃപയിൽ ശരണപ്പെട്ട് പറയാം, നാളത്തെ എനിക്കറിയത്തില്ല. ഞാൻ കഴിവിൻ്റെ പരമാവധി എൻ്റെ സമയം വെറുതെ കളയുകയില്ല. എനിക്ക് സമയം പോകുന്നത് ഞാൻ ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. ഒരു 4 മണിക്കൂർ ആ ഉറക്കം.
നാളെ ഒരാൾ പറഞ്ഞു വട്ടം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞു എല്ലാം ഇച്ചിരി വട്ടം ഉണ്ട്. സ്തോത്രം. ദൈവകൃപ കൊണ്ട് നമ്മളിപ്പം കാണാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു 10-20 വർഷമായില്ലേ. എനിക്ക് അങ്ങനെ ഭ്രാന്തുള്ളതായിട്ട് തോന്നി. സത്യം ഇല്ല, ഞാനിവിടെ വന്ന് അങ്ങനെ ഭ്രാന്ത് കാണിക്കുന്നതായിട്ട് ഇല്ല. വിളിക്കുമ്പോഴൊക്കെ വന്ന് ശുശ്രൂഷിച്ചേച്ച് പോവുക അല്ലേ എനിക്കങ്ങ് തോന്നുക അങ്ങനെ. അപ്പോൾ ഇല്ല. ദൈവത്തിന് മഹത്വം. നിങ്ങൾക്ക് മനസ്സിലായി കാണും. സമയം നഷ്ടപ്പെടുത്തരുത്. പോകുന്ന സമയം തിരിച്ചു കിട്ടത്തില്ല. സ്തോത്രം. നിന്റെ അവസരമെല്ലാം തക്കത്തിൽ ഉപയോഗിച്ചോണം. പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ അവസരം കിട്ടുമ്പം അത് തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു സമയം. ചേടി അകത്തോട്ട് കയറി വെട്ടാൻ പറഞ്ഞു. ഓരോ വീട് തോറും നിന്ന് വെട്ടി, അറിഞ്ഞു വെട്ടി. അതുകൊണ്ട് എന്തോ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിൻ്റെ മഹത്വം. വായിച്ച് ആവർത്തന പുസ്തകം 33:8 മുതൽ വായിച്ചു. ഈ വിഷയത്തെപ്പറ്റി ദൈവം എന്നാ പറഞ്ഞേ? ആവർത്തനം 33:8 മുതൽ പെട്ടെന്ന്. ലേവിയെ കുറിച്ച് അവൻ പറഞ്ഞത്, നിന്റെ തുമ്മീമും ഉറീമും നിൻ ഭക്തന്റെ പക്കലിരിക്കുന്നു. നീ മസയിൽ വെച്ച് പരീക്ഷിക്കുകയും കലകജലത്തെങ്കിൽ പോരുകയും ചെയ്തവന്റെ പക്കൽ തന്നെ. അടുത്തത്, അവൻ അപ്പനെയും അമ്മയും കുറിച്ച്, അവൻ ഈ വാളെടുത്ത് വെട്ടാൻ നിന്നപ്പോൾ അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ, വചനത്തിന്റെ വാളെടുത്തപ്പോൾ ഇത് അപ്പനാണോ അമ്മയാണോ ഉപ്പാപ്പനാണോ കൊച്ചപ്പനാണോ എന്നൊന്നും നോക്കിയില്ലെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്തത്, അപ്പനെയും അമ്മയെയും കുറിച്ച് ഞാൻ അവരെ കണ്ടില്ല. പിന്നെ സഹോദരന്മാരെയും ആ വിഷയത്തിൽ അവനെ ആദരിച്ചില്ല. പിന്നെ സ്വന്തം മക്കളെന്നും അവൻ ഓർത്തില്ല. പിന്നെ എന്തോ ചെയ്ത്? അടുത്ത വാക്യം, നിന്റെ വചനം അവർ പ്രമാണിച്ചു. അടുത്തത്, നിയമം കാത്തു. കണ്ടോ? വചനം പ്രമാണിച്ചും നിയമം കാത്തു. എന്നെ കേൾക്കുന്ന പ്രിയരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കണം. നീ വചനം കാക്കണം, നിയമം കാക്കണം. ലേവി വാളെടുത്ത് വെട്ടാൻ അങ്ങോട്ട് നിന്നിട്ട് അപ്പനും അമ്മയൊന്നും നോക്കിയില്ല. എൻ്റെ അമ്മ എങ്ങനെയാ വിട്ടുന്നത്? എൻ്റെ അപ്പനാ? എൻ്റെ സഹോദരനാ? എൻ്റെ കൊച്ചാ? വചനം പ്രമാണിച്ചു, വചനം കാത്തു. ഒരു കാര്യം കർത്താവിൻ്റെ വേലക്കാരുമുണ്ടല്ലോ, വളരെ വിനയത്തോടെ പറയട്ടെ, ഞാനും നിങ്ങളും കർത്താവിൻ്റെ വചനം കാത്താൽ, പ്രമാണം കാത്താൽ നമുക്കൊരു ദോഷവും വരികയില്ല. ചിലപ്പോൾ സഭയിലും കൺവെൻഷനിലും ബൈബിൾ ക്ലാസ്സും ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ വചനം പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടുകയില്ല. എല്ലാവർക്കും മോഹമൊന്നും തെളിയത്തില്ല. പുള്ളി അങ്ങനെ, പുള്ളി ഇങ്ങനെ, അതൊക്കെ ആയിരുന്നു. മനുഷ്യനല്ലേ, ബഹുജനം പലവിധമല്ലേ. കർത്താവിൻ്റെ കാലത്തും അങ്ങനെയൊക്കെ തന്നെ, എല്ലാ കാലത്തും അങ്ങനെ. എല്ലാവർക്കും ചിലപ്പോൾ തൃപ്തി പെട്ടെന്ന് വരികയല്ല. കമ്മിറ്റിക്കും കൗൺസിലിനും സെന്ററിനും ഒന്നും ചിലപ്പോൾ യോജിച്ചെന്നും വരികയല്ല. പക്ഷേ നിന്നെ അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇവൻ വചനം കാത്തു, വചനം പ്രമാണിച്ചു. അപ്പൊ ദൈവം തമ്പുരാൻ എന്തോ ചെയ്തെന്നറിയാമോ? വചനം കാത്തു, വചനം പ്രമാണിച്ച്, നിയമം പ്രമാണിച്ചപ്പോൾ ലേവിയെ പറ്റി അടുത്ത വാക്യം വായിച്ചേ മോളെ. അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കും. അവർ നിന്റെ സന്നിധിയിൽ സുഗന്ധധൂപവും യാഗപീഠത്തിന്മേൽ സർവാംഗ ഹോമവും അർപ്പിക്കും. യഹോവേ അവന്റെ ശ്രദ്ധിച്ചേ, 3 കാര്യമായി വചനം പ്രമാണിച്ച്, വചനം കാത്ത്, നിയമം കാത്തപ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. സമയം തക്കത്തിൽ ഉപയോഗിച്ച ലേവിയെ പറ്റി പറയുക. 1, അവരുപദേശിക്കും. ലേവി ഉപദേശിക്കും എന്ന് പറഞ്ഞാൽ 49:5 അപ്പൻ പ്രാഗിയതാ. ഇവൻ്റെ യോഗത്തിന് പോകരുത്, അവൻ്റെ യോഗത്തിന് കൂടരുതെന്ന് പ്രാഗി. ഇപ്പം നേരെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചേച്ച് 11 ഗോത്രങ്ങളോടും പറഞ്ഞു അവൻ്റെ അടുക്ക ചെന്ന് ഉപദേശം കേൾക്കണമെന്ന്. ദൈവം തിരിച്ചു കൊണ്ടുവരുന്ന കണ്ടോ? അതിൻ്റെ ആശയം ഇതാ, നീ എതിർക്കാതെ, ഉടക്കാതെയും കയർക്കാതെയും പ്രശ്നം ഉണ്ടാക്കാതെ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം തിരിച്ചു മറിച്ചു കൊണ്ടുവരും. തമ്പുരാൻ ഇപ്പൊ ലേവിയെ പറ്റി പറയുക. ലേവി ആയിരിക്കും ഇനി നിങ്ങളെ ഉപദേശിക്കുന്നത്. എങ്ങനുണ്ട്?
2, യഹോവ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം. ലേവിയുടെ ധനത്തെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. എങ്ങനെ അനുഗ്രഹിച്ചു നിങ്ങൾക്കറിയാമല്ലോ. സ്തോത്രം. ദശാംശമല്ല ഇവിടെ കൊണ്ടുവരാൻ. ദശാംശം 10-1. ഉദാഹരണം പറയാം. ഉദാഹരണമാണ്. 12 ഗോത്രമുണ്ട്. ഉദാഹരണമാണ്. ഒരു ഗോത്രത്തിന് 100 രൂപ ഒരാഴ്ച കിട്ടി, അല്ലെങ്കിൽ ഒരു മാസം 100 രൂപ. ആ ഗോത്രക്കാര് പ്രമാണമനുസരിച്ച് എത്ര കൊണ്ടുവരണം? കൊടുക്കാത്തതുകൊണ്ട് പറയാത്തതാണോ, കൊടുക്കുന്നതുകൊണ്ട് പറയാത്തതാണോ, കണക്കറിയാൻ മേലാത്തതുകൊണ്ടാണോ? ഒരാഴ്ച ഒരു മാസം 100 രൂപ ഒരു ഗോത്രത്തിന് കിട്ടി. രൂപന് 100 രൂപ കിട്ടി. ഈ പ്രമാണം വെച്ച് രൂപൻ ഇവിടെ എത്ര കൊണ്ടുവരണം? 10 രൂപ കൊണ്ടുവരണം. 12 പേർക്കും 100 രൂപ വെച്ച് കിട്ടി. 12 പേരും എത്ര കൊണ്ടുവരും? 10. അപ്പൊ മേശമേൽ എത്ര വന്നു? 120. അത് ആർക്കുള്ളതാ? ലേവിക്കുള്ളതാ. രൂപന്റെ കയ്യിൽ ഇപ്പൊ എത്രയുണ്ട്? 90. ലേവിയുടെ കയ്യിലോ 120. 12 ഗോത്രം ഉണ്ടെന്ന് പിന്നെ മനുഷ്യയും എല്ലാം കൂടെ ചേർത്ത്. ലേവിയുടെ 120. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലേവിയുടേത് വേറെ കൊടുക്കുന്നുണ്ട്, ലേവിക്ക് വേറെ ഉണ്ട്. അത് ഞാൻ ആ ഭാഗത്തോട് പിന്നെ വരാം. സ്തോത്രം. അത് യോശുവയുടെ പുസ്തകം എടുക്കണം. 40 പട്ടണോ 60 പട്ടണോ അതിന് ചേർത്തുള്ള പ്രാന്തപ്രദേശങ്ങളും പുൽപ്പുറങ്ങളും കൊടുത്തു പഠിച്ച് അത് പിന്നെ ലേവി വേറെ ദശാംശം കൊടുക്കണം. അത് വേറെ വിഷയം. അപ്പൊ ശ്രദ്ധിക്കുക. ആവർത്തനത്തിൽ മോശ അനുഗ്രഹിച്ചു, യഹോവ അവന്റെ ധനത്തെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ദാസന്മാരോട് ഒരു കാര്യം പറയാ. മുഖം നോക്കാതെ, പണം നോക്കാതെ, അവൻ സ്വന്തം വ്യക്തി പൂജ നടത്താതെ, അവൻ ആളും ഒന്നും നോക്കാതെ ദൈവത്തിന്റെ വചനം പ്രമാണിച്ച് വചനം കാത്താൽ നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. അറിയാത്ത വഴികളെ ദൈവം തുറക്കും. അതൊക്കെ അനുഭവിക്കുന്ന ദൈവദാസന്മാരായി വിടിരിക്കുന്നവര് അവൻ പ്രൈസ് ദി ലോർഡ് സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസ് ദി ലോർഡ്. സമയം ദൈവത്തിന്റെ മഹത്വം. ലേവി തക്കത്തിൽ ഉപയോഗിച്ചു. പൗരോഗത്തെ അരക്കെട്ടുറപ്പിച്ചു. അവന്റെ ധനത്തെ അനുഗ്രഹിച്ചു. ജനത്തോട് പറഞ്ഞ അവനിടയ്ക്ക് ചെന്ന് ഉപദേശം. അതാ മലാക്കിയില് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അതിരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ച് മനസ്സിലാക്കണം. ഇവനെ ഒറ്റ യോഗത്തിന് വിളിക്കാതെ ഇവന്റെ യോഗത്തിന് കൂടാതെ ഇരുന്ന സകല എണ്ണോ ഇപ്പൊ ലേവിയുടെ ചെല്ലുക. അച്ചായ എങ്ങനെയാ മറ്റേ വിഷയത്തിന്റെ ആലോചന? ലേവി ഇപ്പൊ പറഞ്ഞു കൊടുക്കുക. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ, മുട്ടയിലിരുന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് തിരിച്ചു മറിച്ചു കൊണ്ടുവരും. നിന്നെ ദൈവം ഉയർത്തും. നിന്റെ സന്തതിയെ ദൈവം ഉയർത്തും. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. അടുത്ത വാക്യത്തിലുണ്ട് അവന്റെ എതിരികളെ. അടുത്ത വാക്യം വായിച്ച് യഹോവയെ അവന്റെ ലേവിയുടെ ധനത്തെ അനുഗ്രഹിക്കണമേ. അടുത്തത് അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ പ്രവൃത്തിയിൽ പ്രസാദിക്കണമേ. അവന്റെ എതിരികളും അവനെ ദേഷിക്കുന്നവരും എഴുന്നേൽക്കാതെ വണ്ണം അവരുടെ അരകളെ തകർത്ത് എന്ന് പറഞ്ഞാൽ ഇവനെ പകയ്ക്കുന്നവരും ദേഷിക്കുന്നവരുണ്ട്. അവരെ ദൈവം ഒതുക്കുമെന്ന് ഇന്ന് രാത്രിയിൽ ദൂത് പറയാ. നമുക്കെതിരെ വിരോധമായി, നിനക്ക് വിരോധമായി, നിന്റെ തലമുറയ്ക്കും കുടുംബത്തിനും വിരോധമായി തന്ത്രങ്ങളും കരുക്കളും ഒരുക്കുന്ന വ്യക്തികൾ കാണും. നീ മറുപടി പറയാൻ പോകരുത്, എതിർക്കാൻ പോകരുത്, ഒലക്കാൻ പോകരുത്. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ച് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ നിന്റെ എതിരികളെ ദൈവം ഒരുക്കും. നിന്റെ ധനത്തെ ദൈവം അനുഗ്രഹിക്കും. നിന്റെ മേൽ ഉപദേശം തന്ന് അനേകർ നിന്റെ അടുക്കൽ വന്ന് ഉപദേശം പ്രാപിക്കുവാനും പഠിക്കുവാനും ദൈവം ഇടയാക്കും. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഒരു കാര്യത്തോടെ പറഞ്ഞങ്ങ് നിർത്താം. ദൈവത്തിന് മഹത്വം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചേ.
എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവം നിനക്ക് മഹത്വം വരുത്തും. ദൈവത്തിന്റെ മഹത്വം. ഇപ്പോഴത്തെ ഹീനതയും അപാകതയും ന്യൂനതയും പോരായ്മയെല്ലാം ദൈവം മാറ്റി എനിക്കും നിനക്കും സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവം അത് മഹത്വമാക്കി തീർക്കും. നിന്ന് പറയേണ്ട ഭാഗമാ, വിസ്തരിക്കുന്നില്ല. ദൈവത്തിന്റെ മഹത്വം. ഈ സ്ഥലം, ഈ സ്ഥലങ്ങളെല്ലാം സെബുലൂനും നഫ്താലിക്കും അവകാശമായി കിട്ടിയ സ്ഥലങ്ങളാണ്. ഏതാ? ഈ ഗലീലയും. ആ സ്ഥലത്തിന് കാബൂൽ ദേശം എന്നൊക്കെയാ പറയുന്നത്. അത്ര നല്ല സ്ഥലമല്ല. സ്ഥലത്തിന്റെ അപാകതയാണ് മുമ്പേ വായിച്ചത്. ഒന്നുകൂടെ വായിച്ചേ മോളെ. കുഴപ്പടിയുള്ള സ്ഥലമാ. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന്. അപ്പൊ ഈ കഷ്ടതയുള്ള ദേശമാ. 2 തിമിരമുള്ള ദേശം. തിമിരമുള്ള ദേശം. 3 പണ്ടവൻ സെബുലൂൺ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനതയുള്ള ദേശമാ. അടുത്തത് പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ ഇരുട്ടിലുള്ള ദേശമാണ്. അപ്പം തിമിരമുള്ളത്, ഇരുട്ടുള്ളത്, ഹീനതയുള്ള ഒത്തിരി ദേശമായി ദേശം. പക്ഷേ ഈ ദേശത്തിന് ദൈവം മഹത്വം വരുത്തും. അതെന്നാ കാരണം? ഈ ദേശമെല്ലാം സെബുലൂനും നഫ്താലിക്കും അവകാശമായി കൊടുത്ത സ്ഥലങ്ങളാണ്. ആരായി സെബുലൂനും നഫ്താലിയും? അയ്യോ, നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നഫ്താലി ലേയായിൽ കൂടി ജനിച്ചതാ. വായിച്ചേ 30-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. 30-7 പെട്ടെന്ന്. റാഹേലിന്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എന്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുത് ജയിച്ചിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. നഫ്താലി ദാസിയുടെ മകനാ. പരിവക്കേടാ. ദാസിയുടെ മകനാ. വിവരിക്കുന്നില്ല. ഒത്തിരി വേറെ വാക്യം ചേർക്കണം. വിവരിക്കുന്നില്ല. ദാസിയുടെ മകൻ ആര്? നഫ്താലി. ഇനി സെബുലൂനോ? വായിച്ചേ 19-ാം വാക്യം. 30-19. ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് ആറാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു. ഇപ്പോൾ എന്റെ ഭർത്താവ് എന്നോട് കൂടെ വസിക്കും. ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബുലൂൻ എന്ന്. അപ്പൊ വിവരിക്കുന്നില്ല. നഫ്താലിയും സെബുലൂനും. 1 ദാസിയുടെ കൊച്ചൻ, 2 അനിഷ്ടയുടെ പുത്രൻ. ലേയ അനിഷ്ടയാ. 2 എൻ്റെ ഭാഷയെ പറഞ്ഞാൽ പരിവക്കേടാ. 1 ദാസിയുടെ മകനും 2 അനിഷ്ടയുടേതും. സെബുലൂനും നഫ്താലി. ഈ സഭ കൂടുമ്പോഴൊക്കെ ഇവരെ ആ രീതിയിലൊക്കെ കാണും. ഈ നമ്മുടെ സഭയും കൂടുമ്പോൾ അങ്ങനെ കാണുമല്ലോ. കാണും. എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, പുള്ളി നമ്മുടെ സഭയിൽ? നമ്മുടെ സഭയിലാ. മറ്റേതാ? എന്നോട് പറഞ്ഞ കാര്യമാണ്. നിങ്ങളോട് വല്ലതും പറഞ്ഞോന്ന് എനിക്കറിയാൻ മേല. ഞാൻ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, അവർ നമ്മുടെ സഭയിലല്ലേ? ഉടനെ എടുത്ത വായുടെ അവർ പറഞ്ഞ അതുപോലെ അങ്ങ് പറയാം. അവർ പറഞ്ഞത് അതുപോലെ, ഞാൻ ഒപ്പിച്ചതല്ല. എൻ്റെ ഒങ്ങായിക്ക് പിടിക്കാൻ വരരുത്. അവർ പറഞ്ഞത് അതുപോലെ പറയാം. അതേ, മരക്കാന്മാരാണ്. എന്നോട് പറഞ്ഞതാ. ഞാൻ പിന്നത്തേതിൽ ചോദിച്ചു. ഒടുവിൽ റാന്നിയിൽ വെള്ളം പൊങ്ങി തൊലയാൻ നേരത്ത് അവർ വള്ളമായിട്ട് വന്ന ഈ വലിയ കുട്ടത്തി പോലുള്ള തള്ളെ. തമാശ പറഞ്ഞതല്ല. അവര് കനാനായക്കാരിയാ. എന്നാ പറഞ്ഞ മരക്കാന്മാരാണ്. വെള്ളം പൊങ്ങി 2 നിലയുടെ മണ്ടയിൽ കയറി ഈ പന്ന തള്ള വെള്ളം കുടിച്ച് തൊലയാൻ നേരത്തെ ഒരു ഇങ്ങോട്ട് നോക്കിയേ, ഒരു 10 മിനിറ്റും കൂടെ എടുക്കുക. ഗുണമാകട്ടെ. ഇവര് ആക്ഷേപിച്ച ആ മാന്യ സഹോദരന്മാര് വള്ളവുമായിട്ട് വന്ന രക്ഷിച്ചത്. അങ്ങനെയൊക്കെ നമ്മുടെ ഉണ്ട് ആക്ഷേപിക്കുന്നവര്.
ഇല്ലേ? ഉണ്ട്. ചെല്ല് പറയും, നിങ്ങളുടെ ഭാഷ ആരാ? ഞങ്ങളുടെ ഭാഷ ജോയിക്കുട്ടിയാ. എവിടുത്തുകാരനാ? എന്നുവെച്ചാൽ ഈ മറുഭാഷ ഇനിയും ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. സഭ കൂടുമ്പോൾ ആക്ഷേപിക്കുമെന്ന്. നഫ്താലി, ഓ അവിടെ ദാസിയുടേതാണ്. ആരുടെ? ഓ റൈച്ചലിൻ്റെ. സെബുലൂൻ, ഓ നല്ല കണ്ണുള്ള തള്ളയുടെ ഒന്നും അല്ലെന്ന്. ആരുടെ? ഓ ലേയാമ്മയുടെ. ഇവരെ ആക്ഷേപിക്കുകയും ഒതുക്കുകയൊക്കെ ചെയ്യാം. വേറെ വാക്യങ്ങൾ, അനിഷ്ടയുടെ മക്കളുടെ കാര്യങ്ങൾ, ഇഷ്ടയുടെ മക്കളുടെ കാര്യം ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ട്, ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരുത്തൻ അനിഷ്ടയുടെ പുത്രനും ഒരുത്തൻ ദാസിയുടെ മകനും, രണ്ടും പരുവക്കേടാ. പക്ഷേ ഒരു കാര്യം പറയാ, ഇവർ രണ്ടുപേരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതൊക്കെ വിസ്തരിക്കേണ്ട ഭാഗമാണേലും പോയിന്റ് മാത്രം പറയാം. നിങ്ങൾക്ക് അറിയാൻ പോയിന്റ് ഇല്ല, നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു പോയിന്റും ഇല്ല. എനിക്ക് അറിയാൻ മേലാത്ത പോയിന്റും അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കറിയാം ഇതൊന്നും അല്ലല്ലോ പോയിന്റ്, വേറെ പോയിന്റ്. ആട്ടെ, എനിക്ക് കിട്ടിയ പോയിന്റ് പറയാം. ദൈവത്തിന് മഹത്വം. അപ്പൊ ശ്രദ്ധിക്കുക, ഒരുത്തൻ അനിഷ്ടയുടെ പുത്രനും ഒരുത്തൻ ദാസുയുടെ മകനും. പക്ഷെ രണ്ടുപേരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എങ്ങനെ ഉപയോഗിച്ചു? അവൻ വിവരിക്കുന്നില്ല. സീസർ എന്ന് പറയുന്ന യാബീന്റെ സേനാപതി സീസര 900 ഇരുമ്പ് രഥങ്ങളുമായി ചില വർഷങ്ങളായിട്ട് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കുക. ഇവനെ പേടിച്ചും ഇവനെ ഭയപ്പെട്ട് ജനമെല്ലാം അവൻ അസ്വസ്ഥതപ്പെടുകയാ. അങ്ങനെ 900 ഇരുമ്പ് രഥമായിട്ട് ദൈവമക്കളെ പീഡിപ്പിക്കുന്ന യാബീന്റെ സേനാപതി സീസര. ഇവൻ ദീർഘനാളുകളായി ഇവരെ പേടിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ലപ്പിദോത്തിന്റെ ഭാര്യ ദബോര, അവൾ ആത്മാവി പ്രവചിച്ച് അവൻ സ്തോത്രം ബാരാക്കിനോട് പറഞ്ഞു, ബാരാക്ക്, നീ സീസറയുടെമായി യുദ്ധം ചെയ്യണം. അവൻ പ്രൈസ് ദി ലോർഡ്, യഹോവ സീസറയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൂത് കേട്ട ബാരാക്ക് പറഞ്ഞു, അമ്മാമേ ദൂതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അമ്മാമയും കൂടെ ഞങ്ങളുടെ കൂടെ, അങ്ങനെ പറയുന്ന ചിലരുണ്ട്. എന്നാലും അമ്മാമയും കൂടെ ഒന്ന് അമ്മാമയുടെ വാങ്ങലിൽ നിൽക്കുക. ഇവരെന്നാലും പോകണ്ടേ യുദ്ധം ചെയ്യാൻ? ഉടനെ പറഞ്ഞു, അമ്മാമയും കൂടെ ഞങ്ങളുടെ കൂടെ വരാൻ. ആട്ടെ, ഉടനെ ദൂത് തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ കൊടുക്കും. ആ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം. ഇങ്ങനെ ഈ ദെബോരയും ബാരാക്കും, അടുത്ത പദമുണ്ട്, നഫ്താലിയുടെയും സെബുലൂന്റെയും ഗോത്രത്തിൽപ്പെട്ട 10,000 പേരും കൂടെ ഇവര് താബോർ മലയുടെ മുകളിൽ കയറി. എൻ്റെ ഭാഷ പറഞ്ഞ് എന്തിനാണെന്നറിയാമോ? ദൈവത്തെ ആരാധിക്കാൻ പോയി. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം വന്നപ്പോൾ സീസറിയുമായി യുദ്ധം ചെയ്യുവാൻ, സീസറിയോട് പോരാടുവാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ച 2 ഗോത്രമാ, സെബുലൂനും നഫ്താലിയും. ദാസിയുടെ മകനാ, അനിഷ്ടയുടെ മക്കളാ. പക്ഷേ അയ്യോ, ഞാൻ അനിഷ്ടയുടെ മകനാ, ഇനി ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ ദാസിയുടെ മകനാ, എന്നെ ആരും രക്ഷപ്പെടുത്തുകയല്ല. നീ അങ്ങനെ പറഞ്ഞിരിക്കരുത്. നിനക്ക് അവസരം കിട്ടുമ്പോൾ കയറി അകത്ത് കയറണം. ഞാൻ ദാസികടയാ, അനിഷ്ടകടയാ. യോ, ഞങ്ങളുടെ വീട്ടുകാരും പെന്തിക്കോസിലില്ല, എൻ്റെ അപ്പനോ ഉപ്പാപ്പനോ ആരും സെൻട്രൽ പാസ്റ്റർമാരല്ല, ഞങ്ങൾക്ക് ആരുമില്ല, അമേരിക്കയിലും പാർഷ്യയിലും കാനഡയിലും ഒന്നുമില്ല, നീ അങ്ങനെ പറഞ്ഞിരിക്കരുത്. നിനക്ക് അവസരം കിട്ടുമ്പോൾ ദൈവത്തെ ആരാധിക്കണം. നഫ്താലിയും സെബുലൂനും ചാടിക്കേറി താബോർ മലയുടെ മുകളിൽ ഇവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ദബോര ദൂത് പറഞ്ഞു, ബാരാക്ക് ബലപ്പെട്ടു. ഇവര് ദൈവത്തെ ആരാധിച്ചപ്പോൾ ദൈവം തമ്പുരാൻ ഇവർക്ക് വേണ്ടി താഴ്വരയിൽ യുദ്ധം ചെയ്തു. നക്ഷത്രങ്ങൾ പൊരുതി, അവ സീസറയുമായി സ്വഗതികൾ പൊരുതി. അന്ന് വൽഗിത്തത്താൽ കുതിരക്കുളമ്പ് ഖട്ടനം ചെയ്തു. പുരാതന നദിയാൻ കീശോന്തോട് തള്ളിയവരെ ഒടുക്കിക്കൊണ്ടുപോയി. എൻ മനമേ, നീ ബലത്തോടെ നടകൊള്ളുക. എന്തിനേറെ ഒറ്റ വാക്കി പറഞ്ഞ ഭാഗം വിടാ. ഇവര് താബോർ മലയുടെ മുകളിൽ ദൈവത്തെ ആരാധിച്ചു. മിടുക്കന്മാരാരും പോയില്ല. മിടുക്കന്മാരാരും പോയില്ല. അവർ സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല. വായിച്ചേ, 13 മുതൽ വായിച്ചേ. 5:13. ന്യായാധിപന്മാർ 5:13, അല്ല 6 മുതൽ വായിച്ചു. ന്യായാധിപന്മാർ 5:6 മുതൽ വായിച്ചു.
അനാത്തിൻ പുത്രനായ ശങ്കരൻ നാളിലെ യായേലും കാലത്തും പാതകൾ ശൂന്യമായി വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി നടന്നു. ദബോരയാകുന്ന ഞാൻ എഴുന്നേക്കും വരെ ഇസ്രായേലി മാതാവായിട്ട് എഴുന്നേക്കുന്ന നാൾ വരെ നായകന്മാർ ഇസ്രായേലി ശേഷമില്ല. അവർ നൂതന ദേവന്മാരെ വരിച്ചു, ഗോപുരത്വാരത്തെങ്കിൽ യുദ്ധം ഭവിച്ചു. ഇസ്രായേലിന് 40,000 മധ്യ പരിചയം കുന്തോവിൽ. അടുത്ത വാക്യം വായിക്കും മോളെ. എന്റെ ഹൃദയം ഇസ്രായേൽ നായകന്മാരോട് പറ്റുന്നു. ജനത്തിലെ സ്വമേധാ സേവകർ. ഇനി 13 മുതൽ വായിച്ചു. 13 മുതല്. അന്ന് ശ്രേഷ്ഠന്മാരുടെ ചിട്ടവും പടജനവും എനിക്കായിട്ട് ഇറങ്ങി വന്ന് വീരന്മാരുടെ മധ്യ യഹോവയും എനിക്കായിട്ട് ഇറങ്ങി വന്നു. അടുത്തത് എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവരും ബെന്യാമീനെ നിന്റെ പിന്നാലെ നിന്റെ ജനസമൂഹത്തിൽ മാഹീരിൽ നിന്ന് നായക ദണ്ഡധാരികൾ, സെബുലൂനിൽ നിന്ന് ദണ്ഡധാരികളും വന്ന്. അടുത്ത വാക്യം. രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. ആട്ടിൻകൂട്ടങ്ങൾക്കരികെ കുടിലോത്ത് കൊടുക്കാൻ നീ തൊടുത്തുകൾക്കിടയിൽ താമസിച്ച് കിടക്കുന്നത് എന്ത്? രൂപേന്റെ നീർച്ചാലുകൾക്കരികെ കനമേറിയ മനോനിർണയങ്ങൾ ഉണ്ടായി. വായിച്ചോ. ഗിലെയാദ് യോർദാൻ അക്കരെ പാർത്തു. പിന്നെ ദാൻ കപ്പലുകൾക്ക് അരികെ സമീപത്ത്. പിന്നെ അടുത്തത് ആശേർ സമുദ്രത്തിൽ അനങ്ങാതിരുന്നു. യോഗത്തിന് വരും, അനങ്ങുകയല്ല. ഇതുവരെ അനങ്ങിയില്ലല്ലോ, ഇനി അനങ്ങണ്ട. വേണ്ട അനങ്ങാതിരുന്നു. വരുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അനങ്ങണ്ട. അടുത്തത് തുറമുഖങ്ങൾക്കകത്ത് പാർത്തുകൊണ്ട് അങ്ങ് ഇരുന്നോ. അടുത്തത് സെബുലൂൻ പ്രാണനെ ത്യജിച്ച് ഞാൻ നഫ്താലി പോർക്കളമേടുകൾ തന്നെ. അടുത്ത വാക്യം. രാജാക്കന്മാർ പൊരുതു. അവര് താനാക്കൽ വെച്ച് മെഗിദ്ധോ വെള്ളത്തിൻ്റെ പൊരുതുക. വെള്ളി അങ്ങ് അവർക്ക് കൊള്ളയായി തീർന്നു. അടുത്ത വാക്യം. ആകാശ നക്ഷത്രങ്ങൾ പൊരുതു. അവർ സീസനുമായി സ്വഗതികളിൽ പൊരുതു. അടുത്ത വാക്യം. കീശോൻ തോട് പുരാതന നദി ഞാൻ കീശോൻ തോട് തള്ളി അവരെ ഒഴുക്കിക്കൊണ്ടുപോയി. അടുത്തത് എന്മനമേ നീ ബലത്തോടെ നടകൊള്ളുക. അടുത്തത് അന്ന് വൽഗിതത്താൽ ശൂരവൽഗിതത്താൽ കുതിരക്കുളമ്പുകൾ കട്ടനം ചെയ്തു. എല്ലാം വ്യാഖ്യാനിക്കാനും പറയാനും നേരമില്ല. ചുരുക്കി പറഞ്ഞാൽ മിടുക്കന്മാരാരും ഈ യുദ്ധത്തിന് പോയില്ല. രൂപൻ കണക്ക് കൂട്ടി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. സമയം തക്കത്തിൽ ഉപയോഗിച്ചില്ല. രൂപൻ കണക്ക് കൂട്ടുക. നമ്മൾ ഈ യോഗത്തിന് പോയാൽ നമുക്ക് എന്തുകൊണ്ട് ഗുണം? നമ്മുടെ വണ്ടി ചിലപ്പോൾ എടുക്കേണ്ടി വരും. നമ്മുടെ വണ്ടി എടുത്താൽ ചിലപ്പോൾ അപ്പുറേ പാപ്പച്ചായനും അമ്മാമ്മയും നമ്മുടെ കൂടെ വരാൻ സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടി എടുക്കാതിരിക്കുന്നതായിരിക്കും. പാപ്പച്ചായൻ പെട്രോൾ അടിക്കാൻ 10 പൈസ തരുമെന്ന് ആയുസിൽ ചിന്തിക്കണ്ട. പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുപോകാതിരിക്കാനും ഒക്കത്തില്ല. തന്നെയല്ല ചിലപ്പോൾ സ്വോത്രം കാഴ്ച ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, യോഗത്തിന് പോകാതിരിക്കുന്നതാ. അവൻ വന്നില്ല. കനവേറിയ മനോനിർണയങ്ങളാ. ആശേർ അവൻ അനങ്ങാതെ എല്ലാ യോഗത്തിനും ഉണ്ട്. തുടങ്ങി അന്ന് മുതലുണ്ട്. അനക്കം ഒന്നുമില്ല. പുറകെ വന്നപ്പോൾ അമ്മി ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇടയ്ക്ക് ആ ബ്രോയിലർ കോഴിയെ കൊല്ലാൻ പിടിക്കും. അത്രേ ഉള്ളൂ. അല്ല പിടിക്കാന്ന് 2 ഇക്കിളിന് അവനും വന്നിരിപ്പുണ്ട്. എന്നാലും ഇരിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. അതെ, ഈ മിടുക്കന്മാരെല്ലാം ഉഴപ്പി. എഫ്രയീമിൽ നിന്ന് അമാലേക്കിൽ വേരുള്ളവർ. എഫ്രയീമിന്റെ പേര് അമാലേക്കിൽ ഇറങ്ങി. അവനും വരുന്നില്ല. വഴിപോക്കർ വളഞ്ഞ വഴികളിൽ കൂടി ഉണ്ടോ, നേരായ വഴി കൂടെ വരുന്നില്ല. എല്ലാം വിവരിക്കുന്നില്ല. ഈ മിടുക്കന്മാരും ഉന്നതന്മാരുമല്ല ഉഴപ്പിയും അവൻ അസ്വസ്ഥതപ്പെട്ടു പോയപ്പോൾ സെബുലൂനും നഫ്താലിയും പ്രാണനെ ത്യജിച്ചു. അവര് പ്രാണനെ വലിയേറുതായിട്ട് എണ്ണാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദൈവം അത് കുറിച്ചു വെച്ചു. മാത്രമല്ല ഇനിയുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞു. ദാവീദിന്റെ കാലം ഭരണം വന്നപ്പോൾ ശൗല് പെട്ടകത്തെ ഗണ്യമാക്കിയില്ല. ശൗലിന്റെ കാലത്ത് ദാവീദിനെ ഗണ്യമാക്കിയില്ലല്ലോ പെട്ടകവേ. പുള്ളിക്ക് ഇതൊന്നും വലിയ വിഷയമല്ല. പുള്ളിക്ക് ആരാധനയൊന്നും, പുള്ളിക്ക് മാതളപ്പഴം കഴിക്കണം, മിക്രോനിൽ പോയി ഇങ്ങനെ അങ്ങനെ 14 ഫെലിസ്തീൻ പട്ടാളം വന്ന് പടയിറങ്ങി കിടക്കുക. പുള്ളി എന്നാലും പറയാം, നമുക്ക് വീഗാലാൻഡ് വരെ ഒന്ന് പോകണം, പിന്നെ ഒക്കുന്നെങ്കിൽ നമുക്ക് തേക്കടിയിലൊന്ന് പോകണം, പിന്നെ സുഖവാസം അന്വേഷിച്ചു, പിന്നെ നമുക്ക് നല്ല മന്തി കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ. ശൗൽ ഇതൊന്നും ഗണ്യമാക്കുന്നില്ല. പക്ഷെ ദാവീദിന്റെ ഭരണം വന്നപ്പോൾ ദാവീദ് പറഞ്ഞു, നമുക്ക് പെട്ടകം കൊണ്ടുവരണം. ആദ്യത്തെ പോക്കിൽ അപാകത വന്ന് വിസ്തരിക്കേണ്ട അറിയാമല്ലോ. രണ്ടാമത്തെ പോക്കിൽ വിശുദ്ധന്മാരുമായിട്ട് ചെന്ന് ഓബേദ് ഏദോമിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടകം ഇങ്ങനെ കൊണ്ടുവന്നു. ആ പെട്ടകം ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ സെബുലൂനും നഫ്താലിയും സമയം തക്കത്തിൽ വീണ്ടും ഉപയോഗിച്ചു.
വായിച്ചേ 68 24 മുതൽ വായിച്ചു. സങ്കീർത്തനം 68 24 മുതൽ. ആരൊക്കെ വന്നെന്നും എങ്ങനെയൊക്കെയാണ് അവിടെ എഴുതിയിട്ടുണ്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്തെ കണ്ട് എൻ്റെ ദൈവവും രാജാവുമായവന്റെ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. സംഗീതക്കാർ മുമ്പിൽ നടന്നു, വീണക്കാർ പിൻപിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്നു. അടുത്തത് ഇസ്രായേലിന്റെ ഉറവിൽ നിന്നുള്ളവരെ നിങ്ങൾ സഭായോഗങ്ങളിൽ ദൈവമായ കർത്താവിനെ വാഴ്ത്തുവീൻ. അടുത്ത വാക്യം. അവിടെ അവരുടെ നായകനായ എറിയ ബെന്യാമീനെയും പിന്നെ യഹൂദ പ്രഭുക്കന്മാരും അവരുടെ സംഘവും സെബൂലൂൻ പ്രഭുക്കന്മാരും നഫ്താലി പ്രഭുക്കന്മാരും. മതി, എല്ലാം വ്യാഖ്യാനിക്കുന്നില്ല. അപ്പൊ സെബൂലൂനും നഫ്താലിയും ഈ പെട്ടകം ദാവീദ് കൊണ്ടുവന്നപ്പോൾ സെബൂലൂനും നഫ്താലിയും പെട്ടകത്തിന്റെ മുമ്പിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണം, ദാസികയുടെ മകനാ, അനിഷ്ടയുടെ മകനാ. അനിഷ്ടയുടെയും ദാസികയുടെയും പിള്ളേരാന്നും പറഞ്ഞു ഉഴപ്പിയില്ല, അകന്നു നിന്നില്ല. അവൻ താബോർ മലയിൽ ആരാധിക്കാൻ ചെന്നു. പെട്ടകം കൊണ്ടുവന്നപ്പോൾ അവരും കൂടെ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്വർഗം ഇത് മുദ്ര വെച്ചു. അവർ രണ്ടു കൂട്ടരും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് ഒറ്റ വാക്ക് പറയാം, ഈ ദേശം ഇരുട്ടും തിമിരവും അന്ധതയുള്ള ദേശമാണ്. ദൈവം തമ്പുരാൻ അതിൻ്റെ അന്ധതയും ഹീനതയും മാറ്റി മഹത്വം കൊണ്ട് കൊടുത്തു. നീ ദൈവത്തെ ആരാധിച്ചാൽ നിനക്ക് നിന്റെ സന്തതിക്കും മഹത്വമാണ്. നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ സകല ഹീനതയും ദൈവം മാറ്റിത്തരും. നീ അവൻ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ചാൽ അന്ധകാരത്തെ ദൈവം മാറ്റും. പ്രൈസ് ദി ലോർഡ്. അന്ധതമസിനെ ദൈവം മാറ്റും. നിന്റെ ഹീനത ദൈവം മാറ്റും. ഹല്ലേലൂയ. പണം കൊണ്ടും പൊളിറ്റിക്കൽ ബലം കൊണ്ടും സാമുദായിക ബലം കൊണ്ടും രാഷ്ട്രീയ സ്വാധീനം കൊണ്ടും കായബലം കൊണ്ടും നടക്കാത്ത വിഷയം നീ സമയം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ ഹീനതയെ ദൈവം മാറ്റും, അപാകതകളെ ദൈവം മാറ്റും. സമയം തക്കത്തിൽ ഉപയോഗിക്ക്. അടുത്തിരിക്കുന്നവർ ആരാധിക്കുന്നത് നമ്മുടെ വിഷയമല്ല, അടുത്തിരിക്കുന്നവരെങ്ങനെ നമ്മുടെ വിഷയമല്ല. ദൈവം നിനക്ക് അവസരം തരുമ്പോൾ, ദൈവം നിനക്ക് സാവകാശം തരുമ്പോൾ, ദൈവം നിനക്ക് സമയം തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അതിൻ്റെ ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. ഈ സെബൂലൂനും നഫ്താലിയും സമയം തക്കത്തിൽ ഉപയോഗിച്ചു. കൊണ്ട് വന്ന ഏറ്റവും വലിയ മഹിമ എന്നാണെന്നറിയാമോ? ഈ ഹീനതയും തിമിരവും ഇരുട്ടുമെല്ലാം മാറ്റി മഹത്വം കൊണ്ടുവന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ കന്നിപ്രസംഗം സെബൂലൂൻ്റെ നഫ്താലിയുടെ നാട്ടിലാണ്. ഇത് കൂടുതൽ എന്നാ ഭാഗ്യം ഉണ്ടാകാനാ? യഹൂദ സ്തുതി സ്തോത്രമൊക്കെ പറയുന്നവനാ, പക്ഷേ യേശുവിൻ്റെ ആദ്യത്തെ പ്രസംഗം അവിടെ അല്ല. രൂപൻ മൂപ്പ, ഭയങ്കര മൂപ്പ. ഞാൻ ഈ സഭയിലെ മൂത്തതാണ്, സെൻറ്ററിലെ മൂത്തതാണ്, ഈ ഏരിയയിലെ മൂത്തതാണെന്ന് നേരത്തെ ചത്തോണം. എന്തിനാ കണ്ടമാനം മൂത്തിരിക്കുന്നത്? ചുമ്മാ ബെഡായി പറഞ്ഞിരിക്കുകയാണ് രൂപൻ. ബെന്യാൻ പറഞ്ഞ കടിച്ചു കീറും. എൻ്റെ അടുക്ക വന്നവരാരും ഇവിടെ ഇരുന്ന പാഷന്മാരൊക്കെ എന്നോട് ചോദിക്കാതെ കടിച്ചു. ഞാനും എത്ര പേരെ കടിച്ചു. ഞാൻ കടിച്ചു കയറിയവരെല്ലാം പിന്നെ മലമാറിപ്പോയി. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. ചുമ്മാ ബെടായി പറഞ്ഞിരിക്കുക. പക്ഷേ നഫ്താലിയും സെബൂലൂനും ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സമയം തക്കത്തിൽ ഉപയോഗിച്ചപ്പോൾ ലോകരക്ഷകനാകുന്ന യേശുവിൻ്റെ ആദ്യത്തെ കന്നിപ്രസംഗം വായിച്ചേ മോളെ. 4:12 മത്തായി. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലീലയിലേക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർന്നഹൂമിൽ ചെന്ന് ഉണ്ടോ? സ്തോത്രം. 4 കൂടി അവർ തന്നെ ചുവന്നുകൊണ്ട് വന്നേ. സ്തോത്രം. അന്നേരം വിടുതലായി. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗം, യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം
ഒരു കാര്യം പറയാം, നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ കുടുംബത്തിൽ യേശുവിൻ്റെ സാന്നിധ്യമാണ്. നീ ദൈവത്തെ ആരാധിച്ചാൽ നിന്റെ നാട്ടിൽ ദൈവത്തിന്റെ യേശുവിന്റെ സാന്നിധ്യമാ. യേശു ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ നിരാശപ്പെടാനാ? യേശു ഉണ്ടെങ്കിൽ എന്തോ ഭാരപ്പെടാനാ? യേശു ഉണ്ടെങ്കിൽ എന്തോ ക്ലേശം ചിന്തിക്കാനാ? ഇന്ന് രാത്രി നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കാം. സമയം നഷ്ടപ്പെടുത്തി കളയരുത്, സമയം നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവരും ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാട്ടെ. ഓ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിക്കുക. ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രഭു പോലെ രാപ്പകൽ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ നാഥ. ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസയേറെയാകുമോ? വരവിനു താമസയേറെയോ? എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസയേറെയാകുമോ? വരവിനു താമസമേറെയോ? മകത്വത്തിൻ പ്രഭുവനിൽ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ തൊലിച്ചങ്ങുയിരുളല്ല നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ. വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. മകത്വത്തിൻ പ്രഭുവനിൽ വെളിച്ചത്തിൻ പ്രഭയിൽ ഞാൻ തൊലിച്ചെങ്ങും ഇരുളല്ല നീക്കിമേവുവാൻ വെളിച്ചത്തിൻ സൂതനായി കാക്കണേ എന്നെ. വെളിച്ചത്തിൻ സൂതനായി കാക്കണേ. കരുണയോടാനും സദാകാല വിവാഹത്ത് ഒരുങ്ങുന്നു മണവാട്ടിയായി ശോഭിപ്പാൻ തിരഞ്ഞെടുത്തതുമോർത്തുവാഴ്ത്തുന്നേ എന്നെ. തിരഞ്ഞെടുത്തതുമോർത്തുവാഴ്ത്തുന്നേ എന്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസമേറെയാകുമോ? വരവിനു താമസമേറെയോ? എന്റെ മണവാളനെ, എന്നിൽ വരവിനു താമസയേറെയാകുമോ? വരവിനു താമസമേറെയോ? കരമുയർത്തി ഹല്ലേലൂയ പാടാം. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം.